Assalamualaikum. Welcome back to Safa Foodland. Walaikum salam warahmatullahi wabarakatuh. ഇപ്പോൾ മുമ്പിൽ ആരില്ലാത്തതുകൊണ്ട് നമ്മൾ സലാം കൊടുക്കല. അപ്പോൾ നമ്മൾ കുറേ ആയി വീഡിയോസ് എല്ലാം ഇട്ടിട്ട് മാക്സിമം ഒരു 1.5 മാസം 2 മാസം ആവാനായി. 1.5 മാസം 2 മാസത്തിന്റെ അടുത്തായി. ഒരുപാട് ആൾക്കാർ ഒരുപാട് മെസ്സേജും കാര്യമൊക്കെ ചെയ്യുന്നു. അതിനുള്ള നമ്മൾ റിപ്ലൈ ചെറുതായിട്ട് കൊടുത്താൽ പിന്നെ മൊത്തത്തിൽ പറയേണ്ടി വരും. അതിനുള്ള സമയമില്ല. ഇപ്പോഴാണ് ഒന്ന് ഫ്രീ ആയത്. മാഷാഅല്ലാ, പിന്നെ നിങ്ങളോട് ഒരുപാട് നന്ദിയുണ്ട്. കാര്യം നമ്മളെ കാണാത്തതുകൊണ്ട് നിങ്ങൾ കുറേ ആൾക്കാർ അന്വേഷിക്കുന്നുണ്ട്. എന്റെ ഫാമിലിയിൽ വന്നിട്ട് അന്വേഷിക്കുന്നുണ്ട്. പാതുവിന്റെ ഫാമിലിയിൽ വന്നിട്ട് ഒരുപാട് ഫാമിലി, എന്റെ ഹോസ്പിറ്റലിൽ നിന്ന് ചില ആൾക്കാരൊക്കെ മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് എന്താ പറ്റി. പല ആൾക്കാരും പല രീതിയിലായിരിക്കും ചിന്തിക്കുന്നത് അല്ലെ, എന്തുകൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് എവിടെ പോയി, എന്താണ് എങ്ങനെയൊക്കെ, എന്ത് പറ്റി അങ്ങനെയല്ലേ ചോദിക്കുന്നത്. ഒരു ഫാമിലി കാണാത്താകുമ്പോഴുള്ള ആ ഒരു ഇതുണ്ടല്ലോ, നിങ്ങൾ ഓർക്കുന്നതും നിങ്ങൾ ചോദിക്കുന്നതും പല ആൾക്കാരായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് ചോദിക്കുന്നതും അതൊക്കെ ഒരുപാട് സന്തോഷം അന്വേഷിക്കുന്നുണ്ടല്ലോ എന്നുള്ളതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അതിലുപരി നമുക്ക് ഭയങ്കര എന്താ പറയാ ബേജാറുള്ള ഒരു കാര്യം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് കേട്ടോ വീഡിയോസ്. ഒരുപാട് സങ്കടത്തിലൂടെ ഇങ്ങനെ കടന്നു പോയതുകൊണ്ടാണ് ഇങ്ങോട്ടൊന്നും വരാൻ പറ്റാത്തത്. പക്ഷെ ചിലരെല്ലാം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടേ ഇല്ല ഒരിക്കലും. എന്നാലും ജസ്റ്റ് ഒരു വീഡിയോ ഇടാന്നെല്ലാം കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താ കാര്യം എന്നൊന്ന് പറയാലോ നിനക്ക്. പക്ഷെ എനിക്ക് വീഡിയോ എടുക്കാനേ പറ്റിയിട്ട. അങ്ങനെ ആയിരുന്നു, ആ ഒരു സിറ്റുവേഷൻ അങ്ങനെ ആയിരുന്നു. അപ്പൊ എന്തായാലും കാര്യത്തിലേക്ക് പോവാം. കൂടുതൽ എന്താ വെച്ചാൽ നമ്മൾ പേഴ്സണൽ കാര്യം അതേ സമയത്ത് നമ്മൾ എല്ലാവരും ചില ആൾക്കാരൊക്കെ അറിയിക്കുന്നുണ്ട്, ലൈവായി കാണിക്കുന്നുണ്ട്. പക്ഷെ നമുക്കത് ഒരു പറ്റണില്ല. നമുക്ക് വീഡിയോ എടുക്കാനേ പറ്റിയിട്ട് ഒന്നും പറയാനും പറ്റിയിട്ട. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഒന്നും ഞാൻ വെച്ചിട്ട. എന്റെ ഉമ്മ വന്നത് മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളൂ. അതിന്റെ ശേഷമാണ് സംഭവിച്ചത്. എല്ലാത്തിലും നമ്മള് മാറി നിന്നായിരുന്നു. അപ്പൊ എന്തായാലും കാര്യം പറയാ. കാര്യം പിന്നെ എത്ര തീയതി ഉമ്മ വന്ന അതൊന്നും ഓർമ്മയില്ലേ. ഒരു 2 മാസത്തിന്റെ ഉള്ളിലായിട്ട്. ഞാൻ ലാസ്റ്റ് വീഡിയോ ഇട്ടിന്റെ 2ാമത്തെ ദിവസമാണ് ഉമ്മ ഇങ്ങോട്ട് വന്നത്. അപ്പൊ ഉമ്മ ഒറ്റക്കാണ് വന്നത്. അപ്പൊ ഉമ്മ ഡിസംബർ 16 അപ്പൊ ഉമ്മ ഒറ്റക്കാന്നിട്ട് അമ്മ വിസ അടിക്കാൻ ഇങ്ങനെ വരുന്നതാണ്. എന്നിട്ട് ഇവിടെ ദുബായിലും അതുപോലെ ഷാർജയിലൊക്കെ വരാന്നുണ്ടെങ്കിൽ, എയർപോർട്ടിൽ വരാന്നുണ്ടെങ്കിൽ എന്റെ അടുത്തേക്ക് വരും. അഥവാ അല്ലേ എനിക്ക് പോവാന്നുണ്ടെങ്കിൽ മക്കളെ പിന്നെ നമ്മൾ അങ്ങോട്ട് പോയി കാണലാന്ന് ചെയ്യല്. പിന്നെ ഇവിടെ അടുത്താണെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് വരും. അപ്പൊ ഇപ്രാവശ്യം വന്നത് റാസൽ കൈമയിലേക്കാണ്. അപ്പൊ ഉമ്മ നേരത്തെ അടുത്തേക്ക് വന്ന് ഇവിടെ 2 ദിവസം നിന്നിട്ട് അങ്ങനെ നമ്മളൊക്കെ കൂട്ടി പോയതാണ്. ആ സമയത്ത് ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഉമ്മ വന്നന്ന് ഞാനൊരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് പോസ്റ്റ് ആക്കി പിറ്റേന്നാണ് പിന്നെ നമ്മള് തിരക്കും കാര്യക്കായി വന്ന ഇതിലുള്ള ആ ഒരു തിരക്കും കാര്യക്കായിരുന്നു അല്ലെ. 2 ദിവസം കഴിഞ്ഞ ശേഷമാണ് ഇത് സംഭവിക്കുന്നത്. അപ്പൊ ഉമ്മ ഇങ്ങോട്ട് വന്ന് ഞാനും എന്റെ ആങ്ങള അല്ല ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു ജുനൈദ്. അപ്പൊ ഉമ്മ വന്ന് ആങ്ങള വന്ന് ഞാനും ഫാദും ആങ്ങളെയും കൂടെ പോയി കൂട്ടാൻ ഉമ്മാനെ എയർപോർട്ടിൽ പോയി കൂട്ടി കൊണ്ടുവന്ന് ഞാൻ വീഡിയോസ് എല്ലാം എടുത്തിന്. അത് ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്, ഫസ്റ്റ് തന്നെ കാണിക്കുന്നുണ്ട്. കാര്യം ഉമ്മ വന്നിട്ട് ആ ഒരു കുസി വേറെ തന്നെ അല്ലേ. ഒരുപാട് സാധനം കൊടുത്തിട്ടില്ലെങ്കിലും കുറച്ചെല്ലാം സാധനം എല്ലാം കൊണ്ടുവന്നേന്. അപ്പൊ അതെല്ലാം ഞാൻ പൊട്ടിക്കുന്നതും ഒക്കെ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതിൽ തന്നെ ഇൻക്ലൂഡ് ആക്കാം. നമ്മളെ കാര്യം പറഞ്ഞതിന് ശേഷം ഏതായാലും നമുക്ക് കാണുമ്പോൾ സന്തോഷമുണ്ട്. പക്ഷെ ആ ഒരു വീഡിയോ കാണുമ്പോൾ ഭയങ്കര ബേജാറുണ്ട് കേട്ടോ. എനിക്ക് എഡിറ്റ് ആക്കുന്ന ടൈമിൽ ഭയങ്കര ബേജാറായിട്ടുണ്ടായിന്. അപ്പോൾ നമ്മൾ വീഡിയോസ് എടുത്ത് കാര്യങ്ങളൊക്കെ ആക്കി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും ഷെയർ ആക്കാനൊന്നും പറ്റിയിട്ട. കാര്യം പിന്നെ അത്രയും ടെൻഷനായിരുന്നു. അങ്ങനെ ഉമ്മ വന്ന് ഇവിടെ 2ാമത്തെ ദിവസം ഉമ്മ അങ്ങനെ 3-ാമത്തെ ദിവസം രാവിലാണ്. 3-ാമത്തെ ദിവസം നമ്മൾ അല്ലേൻ പോവാൻ വേണ്ടിയിട്ട് റെഡി ആവുക. വല്ല ഫാദറിന്റെ ചങ്ങായി പറഞ്ഞ് നമ്മൾ നല്ലതിന് പോവാന്ന് പറഞ്ഞു. അപ്പൊ ഓക്കെ പോവാന്ന് പറഞ്ഞു. അപ്പൊ നമുക്കൊരു അബുദാബിയിൽ അവിടെ പോവാനുണ്ടായിരുന്നു. അപ്പൊ അവിടെ പോയിട്ട് നമ്മൾ അലൈന് പോവാന്ന നിലക്കാണ് ഉമ്മാന്റെ അടുത്ത് നമ്മൾ ചോദിച്ച് ഉമ്മ ഓക്കെ ഒക്കെ പറഞ്ഞ്. എന്താ വെച്ചാല് രാവിലെ എണീക്കുമ്പോ രാവിലെ ഉമ്മ എണീക്കുമ്പോ പെട്ടെന്ന് കൈ ഇതൊരു ശരിക്കും ചലനമില്ല. ഒരു
പാരലൈസ് എന്ന് വെച്ചാൽ നമുക്ക് തരിപ്പ് പിടിക്കൂലേ, ഉറങ്ങി ചിലപ്പോ തല വെച്ച് കിടന്നാലുള്ള ഇവിടെ നല്ല തണുപ്പാണ്. നമ്മക്കാരും സംഭവിക്കലുണ്ട്. അപ്പൊ എന്റെ കയ്യാലും രാത്രിയൊക്കെ ഞാൻ തലക്ക് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു തരിപ്പ് ഉണ്ടാവലുണ്ട്. അതുപോലെ ഉമ്മ എണീച്ചപ്പോ പറഞ്ഞെന്താ എന്റെ കൈ തരിച്ചിരിക്കണ്. ഇതെപ്പോഴും ആ അമ്മ എനിക്ക് എപ്പോഴും ഉണ്ടാവലുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നാളെ ഫ്രിഡ്ജ് തുടച്ചപ്പോ ഇതേപോലെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് ഇങ്ങനെ വരലുണ്ട് എന്നാണ്. പിന്നെ ഉമ്മായാലും പറഞ്ഞ് അല്ലെ, ഇടയ്ക്ക് ഉമ്മാക്ക് ചെറുതായിട്ട് ആവലുണ്ട്, ഉപ്പ ചെറുത് മസാജ് ചെയ്ത് കൊടുക്കലുണ്ട്. ഉമ്മ അങ്ങനെ ഞങ്ങളൊക്കെ മസാജൊക്കെ വരലുണ്ട് പറഞ്ഞപ്പോ ഞാൻ ഉപ്പാക്ക് വിളിച്ച് പറഞ്ഞപ്പോ പറഞ്ഞ ചൂട് പിടിച്ചിട്ട് ഉമ്മാക്ക് തൈലം തേച്ച് കൊടുത്താള്. ഞാൻ തൈലെല്ലാം തേച്ച് കൊടുത്ത് അത് ചൂടെല്ലാം പിടിച്ച് അങ്ങനെയല്ല. പിന്നെ നമ്മള് അത് മാറുന്ന വിചാരിച്ചു. ഇവിടുന്നാലുള്ളൂ കേട്ടോ. അപ്പൊ ഇപ്പൊ ഒരു തരിപ്പ് എന്ന് പറഞ്ഞത് ഇവിടാണ് ആദ്യം തുടങ്ങിയത്. പിന്നെ നമ്മൾ അബുദാബി അലൈൻ എത്തിയ ശേഷമാണ് മൊത്തം കയ്യിൽ കുറച്ച് ഇതാവാൻ തുടങ്ങിയത്. കൂടുതൽ ഇങ്ങോട്ടൊന്നും ഒരു ഉമ്മാക്ക് ഭയങ്കര ഒരു ബേജാറ് തുടങ്ങിയിട്ട് നമ്മളവിടെ അലൈനിൽ എത്താനായപ്പോ എന്തോ ഒരു തീരെ ഇങ്ങനെ പോകുന്ന എല്ലാം അറിയാം. 2 മണിക്കൂറുണ്ടെങ്കിലും എന്റെ ശരിയാവലുണ്ട്. ഇത് ശരിയാവുന്നില്ലല്ല. എന്താണ് ഉമ്മ ഇവിടുന്ന് അല്ലെ, ഉമ്മ സ്വന്തം കുളിച്ച് ഫ്രഷ് ആയിട്ട് ആ ഉമ്മ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് മറ്റേ നല്ല ഹൈറ്റ് ഉള്ള ഉയരമുള്ള മറ്റേ FJ ക്രൂസർ ഉണ്ടല്ലോ, അതില് ആ വണ്ടിയിൽ കേറിയിട്ടാണ് ഉമ്മ സ്വന്തം കേറി പോകുന്നത്. പിന്നെ അതിനുശേഷം അവിടെ എത്തുമ്പോഴാണ് ഇങ്ങനെ സിറ്റുവേഷൻ ഇങ്ങനെ മാറി മാറി പോയത്. പക്ഷെ ഉമ്മ കൈ തയ്ച്ച് ഉമ്മ ടെൻഷനൊന്നും ഇല്ല കേട്ടോ. ഉമ്മ ഭയങ്കര സന്തോഷം. എന്താ വെച്ചാൽ ഉമ്മന്റെ മരുകളൊക്കെ ഉണ്ട് പിന്നെ അവിടെ അല്ലേല്. അപ്പൊ കാണാൻ പോകുന്ന ആ ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ. അപ്പൊ അതിലുണ്ടായതുകൊണ്ട് തന്നെ ഉമ്മക്ക് അത്ര ഉമ്മ ഭയങ്കരമായിട്ട് നമ്മളോട് പറയുന്നില്ല എന്ത് തീരെ ഇതാകുന്നില്ല അങ്ങനൊന്നും പറയുന്നില്ല. നല്ല രീതിയിൽ നല്ല സംസാരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അത്ര ഒരു ഇതായിട്ടില്ലായിരുന്നു. തരിപ്പ് എന്ന് പറഞ്ഞപ്പോ മാറുമാറെന്ന് വിചാരിച്ച് നല്ലേന്ന് എത്തി പിന്നെ കാലിന്റെ സ്ട്രെങ്ത് ഒക്കെ പോവാൻ തുടങ്ങി. ഈ ഒരു ശരിക്കും എണീച്ച് നടക്കാൻ പറ്റാതെ നമ്മള് സഹായം കൊണ്ട് നടക്കുന്ന സമയമായപ്പോഴാണ് നമുക്ക് പേടിയായത് അല്ലെ. പിന്നെ നമ്മള് ടിക്കറ്റ് എടുക്കാൻ തീരുമാനിച്ച് ഇടത്തെ ഭാഗമാണ് കേട്ടോ. ഇടത്തെ ഭാഗം ഒരു ഭാഗം മൊത്തത്തില് കാലും വലിച്ചുകൊണ്ട് നടക്കുമ്പോ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പറ്റുന്നത് കാലിങ്ങനെ വലിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ സൈഡ് ഇങ്ങനെ കൂടുന്ന പോലെയല്ല തോന്നി. അപ്പൊ അത് വേഗം ചൂട് ചായ അത് റെഡിയായി. പിന്നെ സംസാരിക്കുന്നില്ല. അപ്പൊ എന്റെ താങ്കൾ പറഞ്ഞു പിന്നെ നോക്കാം നമുക്ക് വേറെ ടിക്കറ്റ് എടുക്കാന്ന് വെച്ചാല് ഉമ്മ ഒരുപാട് മരുന്ന് കുടിക്കുന്ന ആളാണ്. ഒരുപാട് മെഡിസിൻ ഒക്കെ എല്ലാ മെഡിസിനും ഇവിടെയാണ്. നമ്മള് ജസ്റ്റ് ഇങ്ങനെ മക്കളെ പോയിട്ട് കണ്ടുവരാന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ അങ്ങോട്ട് പോയത്. അപ്പൊ കൊറേ മെഡിസിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അവര് ബ്ലോക്ക് ആയി പോകും. എന്താ വെച്ചാൽ ഇവിടുത്തെ ട്രീറ്റ്മെന്റ് നമുക്ക് ഇതാക്കാൻ പറ്റും. പിന്നെ ഉപ്പക്കും ആയാലും സമാധാനം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ടല്ലോ ഉപ്പ നാട്ടിലുള്ളത് ഉമ്മ ഒരാഴ്ച കൊണ്ട് ബ്രദറും കൂടെ പോവാന്നുള്ള പ്ലാനിൽ അങ്ങനെ വന്നത്. ഒരുപാട് മെഡിസിനും കാര്യങ്ങളൊക്കെ ഉണ്ടതുകൊണ്ട് നമുക്ക് ഏത് രീതിയിൽ എന്ത് ചെയ്യണമെന്ന് ഇതില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് നാട്ടിലേക്കുള്ള ടിക്കറ്റ് എടുത്തു. റാസൽ കൈമ ആയിരുന്നു. അങ്ങനെ മെഡിസിൻ ഒക്കെ ഇവിടെ ഉള്ളത് കൊണ്ട് ഇവിടെ വന്ന് നമ്മള് പിന്നെ ഇവിടുന്നാണ് പോകുന്നത്. ഇവിടുന്ന് റാസൽ കൈമ നമ്മൾ നേരെ മൂത്താങ്ങളെ പറഞ്ഞ നമ്മള് വേഗം നാട്ടിൽ എത്തിക്കാരണപ്പോ രണ്ടാമത്തെ ആങ്ങളി ഉമ്മയും കൂടെ അവര് ടിക്കറ്റ് എടുത്ത്. അപ്പൊ എന്റെ ടിക്കറ്റ് എടുത്തിട്ട് നേരെ അവര് ഇങ്ങോട്ട് തന്നെ വന്ന് ആങ്ങളി വന്ന് അവന്റെ സാധനം എല്ലാം എടുത്തിട്ട് വന്നിട്ട് ഇവിടുന്ന് റാസൽ കൈമ ഓൾറെഡി ആങ്ങളെ ഒരുമിച്ച് എന്തായാലും ഒരാഴ്ച തിരിച്ചു പോകാനുള്ള പ്ലാനിലാണ് വന്നത്. പക്ഷെ അതിനു മുമ്പ് പോകേണ്ടി വന്നു. അപ്പൊ ആങ്ങളെ ഓൾറെഡി റെഡി ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് മോനും കൂടെ ഒരുമിച്ച് പോവാന്നുള്ള നിലക്കാണ് റാസൽ കൈമ ടിക്കറ്റ് എടുത്തു. ഒക്കെ റെഡിയായി. ഇവിടുന്ന് നമ്മൾ പോയി കറക്റ്റ് സമയത്ത് എത്തി. എമിഗ്രേഷൻ കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞിട്ട് കേറുന്നതിന് മുമ്പ് 15 മിനിറ്റ് മുമ്പാണ് പറയുന്നത് ഫ്ലൈറ്റ് ക്യാൻസൽ. ട്രാവൽസിൽ ഒരു വിവരമില്ല, ആർക്കും ഒരു വിവരമില്ല, ഒരു മെസ്സേജ് ഇല്ല, ഒന്നുമില്ല. നമ്മൾ പെട്ടെന്ന് എടുക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ആയത്. എന്താ വെച്ചാൽ എയർ ഇന്ത്യ എക്സ്പ്രസ് പിന്നെ അവിടുന്ന് നമുക്ക് വേറെ ഫ്ലൈറ്റ് സംവിധാനം ഇല്ല. അതിനുശേഷം അവര് പറയുന്നത് നമുക്ക് കണ്ണൂര് തരാം. ഇപ്പൊ ബസ് സർവീസ് ഉണ്ട് കണ്ണൂരിലേക്ക് 7 മണിക്ക്. അത് ഉച്ചക്ക് 1:30 മണിക്കായിരുന്നു ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. അത് അരമണിക്കൂർ ഡിലേ ആയി. അത് കഴിഞ്ഞിട്ട് 7-7:30 മണിക്ക് എന്തോ കണ്ണൂരിലേക്കുള്ള ഫ്ലൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ കണ്ണൂര് പോയിട്ട് ഇപ്പോഴത്തെ നമ്മളെ റോഡ് മാർഗം ഉപയോഗിച്ച് പോകാൻ ഭയങ്കര കഷ്ടമാണ്. അപ്പൊ പറ്റൂല. നമ്മൾ കാണിക്കുന്നത് സാധാരണ ഇവരെ കാലിക്കറ്റാണ് കാണിച്ചിട്ടുണ്ട്. ഉപ്പാനോട് വിളിച്ച് പറഞ്ഞപ്പോ ഉപ്പ പറഞ്ഞ് വേണ്ട നമുക്ക് കണ്ണൂര് വേണ്ട. അപ്പൊ അതുകൊണ്ടാണ് പിന്നെ നമ്മൾ വേറെ വഴിയില്ല. എല്ലാ സ്ഥലത്തും നമ്മൾ ദുബായ്, അബുദാബി, അലൈന് എല്ലാം
രണ്ടാമത് ടിക്കറ്റ് നോക്കി. എന്താ വെച്ചാല് പെട്ടെന്ന് പോകാൻ പറ്റുക അത്രയും നല്ലതല്ല, പക്ഷെ അന്ന് കിട്ടിയില്ല നമുക്ക്. അതുകൊണ്ട് പിറ്റേ ദിവസത്തേക്ക് അവർ അതേ ഫ്ലൈറ്റ് 1:30 മണിക്ക് റീബുക്ക് ചെയ്യും. അങ്ങനെ നാട്ടിലെത്തി. പിറ്റേ ദിവസം എന്നിട്ട് പോലും നമ്മൾ ഇത്രയും വിചാരിച്ചിട്ടില്ല. എന്തെങ്കിലും എന്താ നമുക്കിതൊന്നും കണ്ടു പരിചയമില്ലല്ലോ. അപ്പൊ അത് രണ്ടാമത്തെ ആങ്ങളെയും പിന്നെ ഉമ്മയും കൂടെ പോയിട്ട് നാട്ടിലെത്തി. അവര് നേരെ ബേബിക്കാ കൊണ്ടുപോയത് കേട്ടാ. അങ്ങനെ നാട്ടിലെത്തി എമർജൻസി പോയപ്പോ അവര് നേരെ ഐസിയിലേക്ക് അല്ല MRI സ്കാനിങ് എടുത്ത്. MRI സ്കാനിങ് എടുത്തപ്പോഴാണ് എല്ലാരും ആകെ ടെൻഷനായത്. എന്താ വെച്ചാൽ ബ്ലോക്ക് വന്നിട്ടുള്ളതാണ്. അപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇത് ബ്ലോക്കാണ്. അതുവരെ നമുക്ക് അറിയില്ലായിരുന്നല്ലേ. അമ്മ നേരെ സംസാരിക്കുന്നുണ്ട് ഈ ബ്ലോക്ക്. ഞാൻ ഫസ്റ്റ് ആയിട്ടാണ് കാണുന്നത് 5 സ്ട്രോക്ക് ഉണ്ട് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ ഐസിയുലായി, ആകെ ടെൻഷനിലായി എല്ലാവരും. ഞങ്ങളുടെ അപ്പൊ ഞാനും എന്റെ മൂത്ത ആങ്ങളെയും കൂടെ പോയി. പിന്നെ അത് ഉമ്മ പോയി. പിന്നെ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നേ ഇല്ല. ഇതറിഞ്ഞപ്പോ MRI സ്കാനിങ് എടുത്തപ്പോ അങ്ങനെ അറിഞ്ഞപ്പോ പിന്നെ എനിക്ക് നിൽക്കാനേ പറ്റിയിട്ട. ഇത്ര വലിയ സംഭവം ആകുന്നൊന്നും വിചാരിച്ചിട്ടില്ല. അങ്ങനെ തന്നെ ഞാൻ മൂത്ത ആങ്ങളെ അവിടുന്ന് വന്ന് ഞാൻ ഇവിടുന്ന് പോയി, ഷാർജയിൽ നിന്നും പോയിട്ട് പിന്നെ ഞങ്ങൾ ഒരുമിച്ചിട്ട് തന്നെ 1 മണിക്കൂർ വ്യത്യാസത്തിലാണ് അവിടെ ഇറങ്ങിയത്. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് നേരെ പിന്നെ എന്താ പറയുക ബേബിക്ക് തന്നെ കേട്ടാ. രണ്ടാമത്തെ ആങ്ങളെ വന്നിട്ട് ബേബിക്ക് കൊണ്ടുപോയി. അങ്ങനെ ഉമ്മനെ രാവിലെ 5 മണിക്കേ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ ഉമ്മനെ കണ്ട് ഉമ്മ നേരെ സംസാരിക്കുന്നതൊക്കെ ഉണ്ട് കേട്ടാ. അതിനൊന്നും കുഴപ്പമില്ല, അല്ലെന്നില്ല. പക്ഷെ ബ്ലോക്കുള്ള കാര്യമൊന്നും ഉമ്മൻ്റെ അടുത്ത് പറഞ്ഞിട്ടൊന്നുമില്ല. നമ്മൾ നേരെ എന്താ പറയുക ഉമ്മനെ കണ്ട് സംസാരിച്ച് മുത്താങ്ങളി. പിന്നെ അവിടെ തന്നെ ആയി. പിന്നെ ഈ 1.5 മാസം പോലെ ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നു. മൊത്തം ഹോസ്പിറ്റൽ ലൈഫായിരുന്നു. ഒരു 12 ദിവസം 6 ദിവസം കഴിച്ചിട്ട് പിന്നെ ഐസിയിലായിരുന്നു. അപ്പൊ ഞാൻ വീട്ടിൽ പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ വരുമായിരുന്നു, നിക്കലില്ലായിരുന്നു. പിന്നെ രാവിലെ പോയിട്ട് വൈകുന്നേരം ഇങ്ങോട്ട് വീട്ടിലേക്ക് വരലായിരുന്നു. പിന്നെ നമ്മള് റൂമിലേക്ക് കൊടുന്നതിന് ശേഷം അവിടെ തന്നെ ആയി. ദിവസം എത്ര 10 ദിവസം അങ്ങനെ എന്തോ റൂമിൽ 10 ദിവസം കഴിഞ്ഞിട്ടാണ് അവര് ഐസിയുന്ന് പുറത്തേക്ക് വാർഡിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ അതിനു മുമ്പൊക്കെ പറഞ്ഞായിരുന്നു. ആദ്യം 3 ദിവസം പറഞ്ഞ്, പിന്നെ പറഞ്ഞ ഒരാഴ്ചയും കൂടി വെയിറ്റ് ചെയ്യണം. എന്താ വെച്ചാല് ഷുഗർ ലെവല് കൺട്രോൾ ആവണം. പിന്നെ മറ്റേ ഞരമ്പന്തോ എന്തോ ഒട്ടിപ്പിടിച്ചിടുന്നത് പറഞ്ഞാൽ അതൊന്ന് പ്ലേസ്മെന്റ് മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ. അപ്പൊ അത് ശരിയാണ്, എന്നാലേ നമുക്ക് ആൻജിയോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആ നിലക്കൊക്കെ ഒരുപാട് ടെൻഷനായിരുന്നു. ഇനിയിപ്പോ ഓപ്പറേഷന് വേണ്ടി വരും അങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ട് ഒരുപാട് ടെൻഷനിലായിരുന്നു എല്ലാവരും. പിന്നെ അൽഹംദുലില്ലാ അല്ലെ 10 ദിവസം കഴിഞ്ഞ ശേഷം പിന്നെ അവര് ആൻജിയോ ചെയ്തിട്ടാകുമ്പോ ഓക്കെ റെഡിയാണെന്ന് പറഞ്ഞു. ട്രീറ്റ്മെന്റില് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ആ രീതിയിൽ പിന്നെ ബാക്കി ഫിസിയോതെറാപ്പി സെഷൻ ആയിട്ട് അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മള് 10-12 ദിവസം ബേബിയിലും പിന്നെ അവിടുന്ന് നേരെ നമ്മള് എന്താ പറയാ മിഷൻ ഹോസ്പിറ്റലിലേക്ക് മറ്റേ എന്താ പറയാ കൊടക്കല്ല്, തിരൂര് കൊടക്കല്ല് കണ്ടല്ലേ. അവിടെ ഫിസിയോതെറാപ്പിന്റെ ഭയങ്കരമായിട്ട് നല്ല ഹോസ്പിറ്റലാണ് എന്നിട്ടാ. പഴയ സ്ഥലമാണ്, പഴയ പേര് കേട്ട സ്ഥലമാണ്. നമ്മള് ഹോസ്പിറ്റലില് എല്ലായിടത്തും അന്വേഷിച്ചപ്പോഴും പിന്നെ ഇനിയിപ്പോ ബേബിയിലായാലും ഫിസിയോതെറാപ്പിന്റെ ഒരു ഡോക്ടർ ഉണ്ട്. അവരെ അന്വേഷിച്ചു ഞങ്ങള് ഏതാ നല്ലത് എന്നുള്ളത്, ഫിസിയോതെറാപ്പി ചെയ്യാനായിട്ട് ഏതാ നല്ലത് എന്ന് അന്വേഷിച്ചപ്പോഴും ബേബി എന്ന് പറയുന്നത് നിങ്ങള് എന്താ പറയുക കൊടക്കല്ലിങ്ങൾ കൊണ്ടുപോയിക്കൊള്ളി, അവിടെ നല്ലതാന്ന് പറഞ്ഞു. അപ്പം നമ്മൾ അന്വേഷിച്ച് ഉപ്പി എൻ്റെ ബ്രദർ പോയിട്ട് അന്വേഷിച്ചപ്പോൾ എല്ലാവരും നല്ല റിസൾട്ട് പറഞ്ഞപ്പോൾ അവിടെ പോയിട്ട് ഇപ്പോഴും അവിടെ തന്നെ ആയിട്ടുള്ളത്. അവിടെ അഡ്മിറ്റായി. അപ്പോൾ ഒരു മാസം കഴിഞ്ഞ് ഇപ്പോൾ അവിടെ അഡ്മിറ്റ് ആയിട്ടുള്ളത്. ഫിസിയോതെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അൽഹംദുലില്ലാ മാറി വരുന്നുണ്ട്. ഏകദേശം കാലെല്ലാം നല്ല സ്ട്രെങ്ത് ഒക്കെ വന്ന് അതൊക്കെ റെഡിയായി നടക്കാനും തുടങ്ങിയ ഉമ്മ അല്ലെ. പിന്നെ ഇപ്പൊ ഈ കൈ ഇത് മാത്രമാണ് ചെറിയ പ്രശ്നമുള്ളത്. പക്ഷെ ഇതിന്റെ ബലൊക്കെ കിട്ടി തുടങ്ങി. മുമ്പ് തീരെ ഇല്ലായിരുന്നു, ഒന്നും അനക്കൊന്നും ഇല്ലായിരുന്നു. പക്ഷെ നല്ല ട്രീറ്റ്മെന്റ് ആണ് അവിടെ മിഷൻ ഹോസ്പിറ്റലില്. നല്ല ഡോക്ടേഴ്സ് എല്ലാരും ഉമ്മ എന്ന് വിളിച്ചിട്ടുള്ള ആ ഒരു നല്ല ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഉമ്മാനെ ഒരുപാട് ഇഷ്ടമാണ് അവർക്ക്. എന്താ വെച്ചാൽ ഉമ്മ പറഞ്ഞ പോലെ കറക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. ഉമ്മ എല്ലാം സൈക്കിള് ചവിട്ടുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട് കറക്റ്റ് ആയിട്ട്. ആ ഡോക്ടർ എന്ത് പറയുന്നു അതേപോലെ എല്ലാം ഉമ്മ ചെയ്യുന്നുണ്ട് അവിടെ ഫിസിയോതെറാപ്പി. എല്ലാത്തിലും ഉമ്മാനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്തത് അത് തന്നെയാണ്. ഉമ്മാന്റെ ആ ഒരു മനക്കരുത്തും ഉമ്മ ചെയ്യുന്നതും പറഞ്ഞു. ഉമ്മക്ക് പെട്ടെന്ന് റിക്കവർ ആണെന്നുള്ള ഇതില് ഉമ്മ എല്ലാം പെട്ടെന്ന് ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാം പെട്ടെന്ന് റെഡിയാവും.
കൈയും കൂടെ ഒന്ന് ശരിയാവാനുണ്ട്. പിന്നെ ഫാദർ വന്നിട്ട് അങ്ങോട്ട് എപ്പോഴാച്ചാല് ഞാൻ പോയി ഒരു 1.5 മാസം ആവുന്നു. ആ ഒരു ടൈമില് ഫാദർ ഒരു 10 ദിവസത്തിനുള്ള ലീവിന് അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ നാട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മൾ 10 ദിവസം നിന്നിട്ട് ഫാദർ വന്ന് 10 ദിവസം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ കാസർഗോട്ടേക്ക് വന്ന് അവിടുന്ന് നേരെ ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത്. അതാണ് സംഭവിച്ചത്. അതിന്റെ അടുത്ത് ഒരുപാട് അതിന്റെ ഇടയിൽ കുറെ കാര്യങ്ങളെല്ലാം അതെല്ലാം ഞാൻ ബാബിന്റെ വീട്ടിൽ പോയതും ചെറിയ ചെറിയ ക്ലിപ്സ് എല്ലാം എടുത്തിട്ടുണ്ട്, നമ്മൾ അവിടെ ഇവിടെ പോയതെല്ലാം. അപ്പൊ അതെല്ലാം ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഹോസ്പിറ്റലിലുള്ള ഒരു ക്ലിപ്പും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ആ കാര്യം ഹോസ്പിറ്റലിലുള്ള ആ ഒരു ചുറ്റുപാട് നിങ്ങൾക്ക് അറിയാലോ, ഒരുപാട് ടെൻഷനും കാര്യങ്ങളും. പിന്നെ ഉമ്മാനെ ശ്രദ്ധിക്കണം. എന്താ വെച്ചാൽ നമുക്ക് വീഡിയോ എടുക്കുന്ന സമയമല്ല, എന്താ വെച്ചാൽ അത്രയും ഓരോ കാര്യവും അതാത് സമയത്ത് ചെയ്തു കൊടുക്കണം. രാവിലെ കറക്റ്റ് 9 മണിക്ക് കൊണ്ടുപോകും. അപ്പൊ അതിന് മന ഫ്രഷ് ആക്കിയിട്ട് എടുത്തിട്ട് 9 മണിയാകുമ്പോഴത്തേന് വരും കൊണ്ടുപോകാന്. ഫുഡെല്ലാം കഴിച്ചിട്ട് ഇരിക്കണം, മരുന്നും എല്ലാം കഴിച്ചിട്ട്. പിന്നെ കൊണ്ടുവരല് 1 മണി ആ ഒരു ടൈമിലാണ്. അപ്പൊ അതിന് നമ്മള് അവിടെ ഫുഡെല്ലാം ഉണ്ടാക്കണ്ട, നമുക്ക് ഉണ്ടാക്കാം. നമ്മൾ ഗ്യാസ് അടുപ്പെല്ലാം കൊണ്ടുപോകണം. കൊണ്ടുപോയാല് നമുക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കാം. ചിലപ്പോ അവിടെ തന്നെ ഫുഡ് ഉണ്ടാക്കലാന്ന്, ചിലപ്പോ എൻ്റെ ആങ്ങളെ അല്ലാന്നുണ്ടെങ്കിൽ അളാമ്മ അവരെല്ലാം ഫുഡ് ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരും. അളാമ്മയും ഞാനും പിന്നെ എൻ്റെ ബ്രദറ് സിസ്റ്റർ എല്ലാവരും കൂടെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മറ്റവർക്കെല്ലാം കുട്ടികളും മക്കളൊക്കെ ഉണ്ടായിരുന്നു, ചെറിയ ചെറിയ കുട്ടികളാണ്. അപ്പൊ ഞാൻ സ്ഥിരവും ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ മറ്റവരെല്ലാം പോയിട്ട് വന്നിട്ട് ഇങ്ങനെ മാറി മാറി നിൽക്കും. കുട്ടികളെ പഠിത്തം അങ്ങനെയൊക്കെ ഇതുകൊണ്ട് ഒരുപാട് സമയം അവർക്ക് ഇത് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇപ്പൊ പുള്ളിയാണെങ്കിൽ ഇപ്പൊ ഫ്രീ എന്ന് പറയാൻ പറ്റൂല, ഫ്രീ ആവേണ്ട വന്ന് ഞാൻ ഫ്രീ ആയി. എന്താ വെച്ചാല് ഞാൻ പിന്നെ വീഡിയോസ് ഇടലെല്ലാം നിർത്തിയതാ. അതുകൊണ്ടാണ് ഒന്നും എനിക്ക് വീഡിയോ ഇപ്പൊ എഡിറ്റ് ആക്കിയിട്ട് അതിന്റെ വോയിസ് കൊടുക്കാനൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് ഒരു റൂം തന്നെ വേണം നമ്മളെ കാര്യം ചെയ്യാനായിട്ട്. അപ്പൊ അതിനുള്ള എനിക്ക് പറ്റിയിട്ടുമില്ല, അതിനുള്ള സാഹചര്യം ഞാൻ നോക്കിയിട്ടുമില്ല സത്യം പറഞ്ഞാല്. എനിക്ക് പറ്റാത്തതുകൊണ്ട് പിന്നെ അത് വന്നപ്പോ എനിക്ക് ഒരു സമാധാനമായി. പിന്നെ ഉമ്മാക്കും തന്നെ ഉമ്മ ഭയങ്കര ചിരിങ്കളിയൊക്കെ ആയി. എല്ലാ മക്കളും ഒരുപാട് ആ രീതിയിൽ അവർക്ക് പറ്റാവുന്ന രീതിയിൽ എല്ലാം സംരക്ഷണം കൊടുത്തപ്പോ ഉമ്മ ഹാപ്പിയാണ്. ഉമ്മ ഇപ്പൊ സുന്ദരിക്കുട്ടിയെ അല്ലേ. ഉമ്മ എക്സസൈസ് എല്ലാം ചെയ്തിട്ട് വരുമ്പോ ഫിസിയോതെറാപ്പി എല്ലാം കുറേ ഉണ്ട് കേട്ടോ ചെയ്യാനായിട്ട്. പക്ഷെ നല്ല ഹോസ്പിറ്റൽ കേട്ടോ, എനിക്ക് എടുത്ത് പറയാനുള്ള ഫിസിയോതെറാപ്പിന്റെ നല്ല ഹോസ്പിറ്റൽ മിഷൻ ഹോസ്പിറ്റലാണ്. കൊടക്കല്ലിങ്ങലുണ്ടാകുന്നു കേട്ടോ, തിരുനാവായ അവിടെ നമ്മള് തിരൂര് കഴിഞ്ഞിട്ട് തിരുനാവായ കുറ്റിപ്പുറം പോകുന്ന റോഡ് ഉണ്ടല്ലേ, അവിടെ തന്നെയുള്ള മിഷൻ ഹോസ്പിറ്റൽ. നമ്മൾ ഗൂഗിളെല്ലാം ചെയ്ത് നോക്കിയാൽ കാണും, നല്ല ഹോസ്പിറ്റലാണ്. എന്നിട്ട് ഉമ്മനെ ഉച്ചക്ക് കൊണ്ടുവന്നതിന് ശേഷം 1 മണിക്ക് കൊണ്ടുവരും. എന്നിട്ട് ഉമ്മ ചോറ് കഴിച്ചിട്ട് ഒരു 1/2 മണിക്കൂറായിട്ട് അപ്പോൾ 2-2:15 പിന്നെയും കൊണ്ടുപോകും ഫിസിയോതെറാപ്പി ചെയ്യാൻ. പിന്നെ ഉമ്മനെ കൊണ്ടുവരല് 4-4:30 ആ ഒരു ടൈമിലാണ്. പിന്നെ ഉമ്മ ഫ്രീ ആയിട്ടാ. പിന്നെ ഫുഡ് കഴിക്കല്, ഫ്രഷ് ആവല് അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഫ്രീ ആയി. പിന്നെ അങ്ങനെ ആയിരുന്നു ദിവസം ഇങ്ങനെ പോയിക്കൊണ്ടുള്ളത്. അതിൻ്റെ ഇടയിൽ ഫാദർ വന്ന് പിന്നെ ഫാദർ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെ സ്റ്റേ ആയിട്ട് 2-3 ദിവസം സ്റ്റേ ആയി. പിന്നെ കാസർഗോട്ടേക്ക് വന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ ഇങ്ങോട്ട് എത്തി. ഇതാണ് അതിൻ്റെ ഇടയിൽ സംഭവിച്ചത്. ഇങ്ങനെ പോലെ എനിക്ക് കമന്റ് വന്നിട്ടുണ്ട്, എന്താ സൽമ ഇങ്ങനെ മിണ്ടാതിരിക്കാൻ പാടുണ്ട, എന്താ നമ്മളൊരു വീട്ടിലത്തെ ഒരാളെ പോലെ നിന്നെ കണ്ടിട്ടുണ്ടായിരുന്നു, നമ്മള് കണ്ടിട്ടുണ്ടായിരുന്നു നിങ്ങളെ. അപ്പൊ നിങ്ങളെ വീഡിയോസ് കാണാൻ ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ട്. ചിലപ്പോ മെസ്സേജ് അയച്ചവർക്ക് ചിലപ്പോ ദേഷ്യം വന്നിട്ടുണ്ടാകും, എന്തുകൊണ്ട് എന്തെങ്കിലും ഒന്നും പറയുന്നില്ല, എന്തെങ്കിലും. അവരും നമ്മളൊരു കുടുംബം പോലെയല്ല അവര് നോക്കി കാണുന്നത്. എല്ലാ ദിവസവും നോട്ടിഫിക്കേഷൻ വന്നോ ഇല്ല എന്നൊക്കെ. അപ്പൊ എല്ലാരോടും സോറി. ആ ഒരു സന്ദർഭത്തിലൂടെ കടന്നു പോകുമ്പോഴേ നിങ്ങൾക്കും മനസ്സിലാവുള്ളൂ. ചിലവർക്കെല്ലാം അങ്ങനെ വീഡിയോസ് എടുക്കാനൊന്നും കുറെ ആൾക്കാരെല്ലാം എടുക്കും, പക്ഷെ എനിക്കില്ല, അങ്ങനെ പറ്റുന്നേയില്ല, എന്റെ മനസ്സ് സമ്മതിക്കുന്നേ ഇല്ല. നമുക്കൊരു സമാധാനം എന്ന് പറഞ്ഞതില്ലേ. ഉമ്മാനെ കണ്ടതിന് ശേഷം കേട്ടോ ഹോസ്പിറ്റലിൽ ഞാൻ എത്തിയല്ലേ, ഇവിടുന്ന് ഞാൻ ഫാദറിനോട് ഫാദറിന് പിന്നെ എന്റെ ടെൻഷൻ കണ്ടപ്പോ ഫാദർ പറഞ്ഞ ആയി മോളെ നീ പോയിക്കോ ടിക്കറ്റ് എടുത്തിട്ട്. ടെൻഷന് കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് സെക്കൻഡ് ഡേ തന്നെ നമ്മള് ഇവിടെ ടിക്കറ്റും എടുത്ത് എന്നിട്ട് പോയി നാട്ടില്. അത്രയും സമാധാനം വന്ന് അവിടെ അടുത്ത് കാണുമ്പോ കണ്ട് പിന്നെ നമ്മള് സംസാരിക്കുമ്പോ സമാധാനം വേറെ തന്നെ. അപ്പൊ പിന്നെ എന്താ വെച്ചാല് വല്ലാത്തൊരു അതൊന്നും ആ ഒരു ദിവസമെല്ലാം വല്ലാത്ത എങ്ങനെ നാട്ടിലെത്തി നിങ്ങൾ എന്നെല്ലാം പിന്നെ എനിക്ക് കമന്റ് വരാൻ തുടങ്ങിയിട്ടാ, എന്താ സൽമ ഒന്ന് പറഞ്ഞുവിടുന്നത്. പിന്നെ അത് മാത്രല്ല എന്റെ ചെറിയ ബ്രദറിന്റെ വൈഫില്ലേ ഭയങ്കര വിറ്റായത്. ചെറിയ ബ്രദറിന്റെ വൈഫിന്
5ാം ക്ലാസ് പഠിക്കുന്ന ഒരു ഫ്രണ്ടാ, 5ാം ക്ലാസ് പഠിക്കുന്ന ടൈമിലുള്ള ഫ്രണ്ടാന്നല്ല. പിന്നെ ഒരു വിവരമൊന്നും ഇല്ലല്ലോ, അങ്ങോട്ട് വീട്ട് കോണ്ടാക്ട് ഒന്നും ഇല്ലല്ലോ. പക്ഷെ അവളെ ഉമ്മ എൻ്റെ വീഡിയോസ് സ്ഥിരവും കാണുന്നതാണല്ലോ. ഉമ്മമാരാട്ടോ എൻ്റെ കൂടുതലും വീഡിയോസ് കാണുന്നത്. അപ്പോൾ ഉമ്മ വീഡിയോസ് ഇങ്ങനെ എപ്പോഴും കാണലുണ്ട്. അപ്പോൾ ഉമ്മക്ക് സമാധാനമില്ല, കിടക്കുമ്പോൾ ഈ വീഡിയോസ് ഇങ്ങനെ കണ്ടിട്ട് കിടക്കുമല്ലോ, എൻ്റെ റെസിപ്പി ഇതെല്ലാം കണ്ടിട്ട് അങ്ങനെ കിടക്കുമല്ലോ. അപ്പോൾ എൻ്റെ വീഡിയോസ് കാണാതായപ്പോൾ ഒരു 20 വയസ്സെല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം തോന്നുന്നു എൻ്റെ ബ്രദറിൻ്റെ വൈഫിനെ എങ്ങനെയല്ലോ നമ്പർ തേടി പിടിച്ചിട്ട് വിളിച്ചാലൊക്കെ എന്താണ് നിൻ്റെ നാത്തൂനെ കാണുന്നില്ലല്ലോ, എന്ത് പറ്റിയൊക്കെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാ അങ്ങനെല്ലാം ചോദിച്ചാലേട്ടാ. പ്രഗ്നന്റ് ആണ്, കുറേ ആൾക്കാർ പ്രഗ്നന്റ് ആണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഭക്ഷണം എന്തോ കൂടുതൽ കഴിച്ചിട്ട് കുറച്ച് വയറ് പൊന്തിക്കണം തോന്നുന്നു. പ്രഗ്നന്റ് ആണോ അതൊക്കെ ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ കമന്റ് വായിച്ചാലും അറിയാം, ഇൻസ്റ്റയിലായാലും കുറെ കമന്റ് വരുന്നുണ്ട്. അങ്ങനെ ഓൾക്ക് വിളിച്ച് പറഞ്ഞപ്പോൾ അവള് പറഞ്ഞാൽ ഇങ്ങനെ ഉമ്മാക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഇവിടെ നാട്ടിൽ വന്നിട്ടുണ്ട്, അതാണ് കാര്യം എന്നെല്ലാം പറഞ്ഞപ്പോൾ അവർ മനസ്സിലായി. അങ്ങനെ മനസ്സിലായി. പിന്നെ കുറേ ആൾക്കാർക്ക് എനിക്ക് റീപ്ലൈ ഞാൻ ആർക്കും കൊടുക്കലില്ല കേട്ടോ, ഒന്നും ഇങ്ങനെ പറയണ്ടെന്ന് വിചാരിച്ചിട്ട്. പിന്നെ വേറെയുള്ള ആൾക്കാർ തന്നെ എൻ്റെ ഫാമിലിയിലുള്ള ആരൊക്കെ നിങ്ങൾക്ക് റീപ്ലൈ തന്നിട്ടുണ്ട്. കുറേ ആൾക്കാർ എന്താ ഉമ്മാക്ക് ഇങ്ങനെ സ്റ്റോക്ക് വന്നതാണ്, അതുകൊണ്ടാണ് സിനിമ വീഡിയോസ് ഇടാത്തത്. നമ്മളറിയുന്ന തന്നാരുണ്ട് കേട്ടോ. എല്ലാവർക്കും പിന്നെ എന്താ പറയാ സോറി കേട്ടോ. ആദ്യം ഞാൻ എല്ലാവരോടും ഞങ്ങൾ സോറി പറയുന്നത്. പിന്നെ നിങ്ങൾ നമ്മൾ അന്വേഷിക്കുന്നുണ്ടല്ലോ എന്നുള്ളതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. ഇനി ഇൻഷാ അല്ലാഹ് ഒരുപാട് വീഡിയോസും ഒക്കെ ഇടും. നിങ്ങൾ പണ്ടേ എന്നെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക, ആരും വെറുക്കരുത്. കാര്യം നിങ്ങൾക്ക് റീപ്ലൈ തരാത്തിന്റെ കാരണം അത്രയും ബേജാറും വിഷമം. നിങ്ങളെ ജീവിക്കുന്ന സമയത്ത് ശരിക്കും ജീവിച്ചേ പോകാൻ പറ്റുള്ളൂ. എന്താ വെച്ചാൽ നമുക്ക് ആ വീഡിയോയിലൂടെ ഇങ്ങനെ നമുക്ക് ശരിക്കും ആ ജീവിതം ആ സമയത്തുള്ള സന്ദർഭം നോക്കിയിട്ട് ആ വിഷമത്തിലൂടെ മാത്രമേ പോകാൻ പറ്റുള്ളൂ, നമുക്ക് ആ രീതിയിലേ പറ്റുള്ളൂ. അതുകൊണ്ടാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇനി നമ്മളെ വീഡിയോസ് ഒക്കെ ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. അപ്പൊ എല്ലാ റെസിപ്പിയും എല്ലാം ആയിട്ട് റെസിപ്പീസും കാര്യം ഒക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് വ്ളോഗും ആയിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ വരട്ടാ. അപ്പം ഈ ഒരു വീഡിയോസിൽ തന്നെ ഞാൻ ഉമ്മ ഇങ്ങോട്ട് വന്നതും കുറച്ച് കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതെല്ലാം ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ആക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നാട്ടിൽ പോയിട്ട് ഭാവിൻ്റെ വീട്ടിൽ പോയതും കുറച്ച് 2-3 സ്ഥലത്തെല്ലാം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ വീഡിയോ. അപ്പം വീഡിയോ മുഴുവനായിട്ട് വാച്ച് ചെയ്യുക. ഇനി നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഇനിയും മുന്നോട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇൻഷാ അല്ലാഹ്. ഇനി അപ്പോൾ നിങ്ങൾ ആ വീഡിയോസ് എല്ലാം കണ്ടു നോക്കുക കേട്ടോ. ബാക്കിയുള്ള നമ്മൾ മുന്നേ എടുത്ത വീഡിയോസും ഒക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് വരിക. അപ്പം വേറെ എന്ത് പറഞ്ഞു, അതിലെല്ലാം നല്ല നല്ല ഭാഗങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. എന്താ വെച്ചാൽ ഉമ്മ വന്ന സമയത്തും പിന്നെ നമ്മൾ അവരുടെ ടെൻഷനൊക്കെ മാറി നിന്ന സമയത്ത് അല്ലെ, ആ ഏട്ടൻ്റെ വീട്ടിൽ പോകുന്നത്, അവിടെ ചെറുതായിട്ട് ഫാമിലീസ് ഒക്കെ പോകുന്നത്, അപ്പോഴത്തേക്ക് നമ്മൾ സമയം കഴിഞ്ഞ് നമ്മൾ നേരെ പറഞ്ഞു. ഇപ്പൊ വേറെ പ്രത്യേകിച്ചിട്ട് പിന്നെ ഒന്നും ഉണ്ടായിരുന്നു. പിന്നെ വീഡിയോസ് ഹോസ്പിറ്റലിലുള്ളതൊന്നും ഞാൻ പറഞ്ഞില്ല, എടുത്തിട്ടില്ല കേട്ടോ. അതൊന്നും ഞാൻ എടുത്തിട്ടേ ഇല്ല, അതിൽ പോസ്റ്റ് ആക്കൊന്നും ഇല്ല, എടുത്തിട്ടില്ല. ഓക്കെ. അപ്പൊ ഇൻഷാ അല്ലാഹ് അപ്പൊ നിങ്ങൾ വീഡിയോസ് മുഴുവനായിട്ട് കണ്ടു നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഒന്ന് കമന്റ് ചെയ്യുക ഇൻഷാ അല്ലാഹ്. ഇനി അടിപൊളി വീഡിയോസ് വരിക. ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ പ്രത്യേകം നിങ്ങൾ ഇപ്പോൾ നോമ്പൊക്കെ വരാൻ പോവാണ്, നിങ്ങൾ ദുആയിൽ നമ്മളെ ഫാമിലിയെല്ലാം ഉൾപ്പെടുത്താം. നമ്മളെ ദുആയിലും നിങ്ങളെല്ലാവരും ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ദുആ ചെയ്യുക. എല്ലാവരും സന്തോഷമായിട്ടിരിക്കാം. 2 ദിവസം വിഷമം വന്നാൽ 3-ാം ദിവസം നല്ല സന്തോഷത്തിലിരിക്കുക അല്ല. അപ്പൊ ഇതാണ് ജീവിതം, ഇടക്കിടക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഇൻഷാ അല്ലാഹ്. അപ്പൊ എല്ലാവർക്കും ഒരുപാട് നന്ദി. ടാറ്റാ, ബൈ ബൈ. ഇത് 2 മാസം മുന്നേ എടുത്ത വീഡിയോസാണ്, ഉമ്മ വരുന്ന അന്ന് എടുത്ത വീഡിയോസാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഉമ്മാനെ കൂട്ടാൻ വേണ്ടിയിട്ട് എയർപോർട്ടിലേക്ക് പോവാൻ നിൽക്കുകയാണ്. അപ്പം രാവിലെ ഒരു 10:30 ആ ഒരു ടൈമിൽ അവിടെ ഫ്ലൈറ്റ് ഇറങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്രദർ തലേന്ന് തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പോകാൻ വേണ്ടി രാത്രി തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം അല്ലെങ്കിൽ നിന്ന് ഇങ്ങോട്ട് എത്തിയിട്ട് രാവിലെ പോക്ക് നടക്കല ലേറ്റ് ആവുമെന്ന് വിചാരിച്ചിട്ട് വേഗം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ബ്രദർ താഴെ പോയിട്ടുണ്ട്, ഞാനും ഫാദറും കൂടെ താഴെ പോയിട്ട് ഇനിയിപ്പം നമ്മൾ എയർപോർട്ടിലേക്ക് പോവാന്ന്.
ഞാൻ ഇട്ട അബായില്ലേ അത് പുതിയതാന്നിട്ടാ, അത് ഷാർജയിൽ നിന്ന് ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാ, കോട്ടൻ്റെതാണ്, നല്ല ഉണ്ട് കേട്ടാ, ഫറാഷ മോഡലാന്ന്. അങ്ങനെ രാവിലെ തന്നെ നമ്മൾ പോക്കാന്നിട്ടാ. പോകുന്ന ടൈമിൽ നമ്മൾ ചായ വലുതായിട്ടൊന്നും കഴിച്ചിട്ടില്ല, ചായയും പിന്നെ നട്സും ഈത്തപ്പഴം അങ്ങനെയെല്ലാം കഴിച്ചത്. അപ്പം വയറ് ഫില്ലായിട്ട് അങ്ങനെ കഴിച്ച് വിശന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഫാദർ പറഞ്ഞ് ഇനിയിപ്പം നമ്മളിവിടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ആക്കി കഴിച്ചിട്ട് ആകുമ്പോൾ ലേറ്റാവും, നമ്മൾക്ക് പുറത്തുനിന്ന് എവിടെയെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞിട്ട് പോകുന്ന വൈക്കിലിതാ നമ്മൾ പൊറോട്ട സാൻഡ്വിച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തർ ഓരോന്നെടുത്ത് അത് വണ്ടിക്ക് തന്നെ കൊണ്ടുവന്ന് ചായ അങ്ങനെ കൊണ്ടുവന്നിട്ട് അങ്ങനെ തന്നെ കഴിച്ചിട്ട് നമ്മൾ ഉമ്മാനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോക്കാന്ന്. ഉമ്മ റാസൽ കൈമ എയർപോർട്ടിലേക്കാണ് കേട്ടോ വരുന്നത്. പിന്നെ നമ്മൾ ഷാർജ ദുബായ് എയർപോർട്ടിലേക്ക് അങ്ങനെ ഇപ്പോൾ എടുക്കലില്ല, കാര്യം ഉമ്മക്ക് കാലുവേദന എല്ലാം ഉണ്ടായതുകൊണ്ട് കുറേ നടക്കാനെല്ലാം ഉണ്ടല്ലേ അവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ നമ്മൾ റാസൽ കൈമേക്കാണ് ഉമ്മക്ക് എടുക്കൽ. അവിടെ ഉമ്മ പറയും നാട്ടിലത്തെ റെയിൽവേ സ്റ്റേഷനിലെ കാലിക്കറ്റ് റെയിൽവേ സ്റ്റേഷനെല്ലാം അതേപോലെ ഇന്ന് കുറച്ച് നടക്കാനുള്ളൂ, ഇറങ്ങി നമ്മൾ പെട്ടിയെല്ലാം എടുത്തിട്ട് വരാമെന്നെല്ലാം പറയും കേട്ടോ. ഉമ്മക്ക് അതാണ് ഇഷ്ടം. അങ്ങനെ അപ്പോൾ ഉമ്മ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം നെയ്യപ്പെടുത്തിട്ട് കഴിക്കലാം. എന്നിട്ട് ഉമ്മാൻ്റെ ബാഗിൽ പാവം ഉമ്മ കഴിക്കാൻ വേണ്ടിയിട്ട് 3-4 വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനോട് പറഞ്ഞ് ബാഗിൽ ഞാനതൊന്നും കഴിച്ചിട്ട് ഞാൻ വെള്ളം മാത്രം കുടിച്ചിട്ടുള്ളൂ, ഉപ്പ ബാഗിൽ വെച്ച് തന്നീന് 2-3 പീസ് എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ വേഗം അതെടുത്തിട്ട് ഹാൻഡ് ബാഗിലിട്ടാം. അപ്പോൾ അതെടുത്തിട്ട് വേഗം കഴിക്കലാന്ന്. അപ്പോൾ ഉച്ചക്ക് ചോറേക്കാളുള്ള ടൈം ആയിട്ടാണ് നമ്മൾ ഉമ്മാനെ പിക്ക് ചെയ്ത് ഒരു 12:30-1 മണിയെല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ വേഗം ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് തലശ്ശേരി റെസ്റ്റോറൻറ്റിലേക്കാണ് വന്നത്. ഇത് റാസൽ കൈമയിൽ തന്നെയുള്ളതാണ് കേട്ടോ. നമ്മളിങ്ങനെ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പം നല്ല റിവ്യൂ എല്ലാം കണ്ടപ്പം അങ്ങനെ വന്നതാണ്. അപ്പോൾ ഇവിടെ ഫിഷിൻ്റെ എന്തോ നടക്കുന്നുണ്ടായിരുന്നല്ലോ, ഫിഷ് മേള അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ചട്ടിച്ചോറ്, ഉമ്മ പറഞ്ഞു ഞങ്ങൾക്ക് സാധാ ചോറ് മതി എന്ന് പറഞ്ഞു. അപ്പോൾ ബ്രദർ പിന്നെ ചട്ടിച്ചോറ് പറഞ്ഞു, പിന്നെ ഒരാൾ പൊതിച്ചോറ് പറഞ്ഞു. അങ്ങനെയല്ല കേട്ടോ, നമ്മൾ ബിരിയാണി അതൊന്നും പറഞ്ഞിട്ടാ. ഉമ്മ പറഞ്ഞു ഞങ്ങൾക്ക് നോർമൽ ചോറ് മതി. ഉമ്മക്ക് പിന്നെ കുറേ മരുന്നെല്ലാം കുടിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് വിശക്കൂട്ടാ. പിന്നെ ഉമ്മ രാവിലെയും എന്തോ ചെറുതായിട്ട് കഴിച്ചിട്ടുള്ളൂ നാട്ടിൽ നിന്ന് വരുമ്പോൾ, പിന്നെ നല്ലോണം വിശന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ചട്ടിച്ചോറ് ഇത് നല്ല ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിന്. പിന്നെ ഫാത്ത് വാങ്ങിച്ചത് പൊതിച്ചോറാണ്. മീൻ കറി. ഉമ്മ മീൽസ് പറഞ്ഞപ്പോൾ ഉമ്മക്കുള്ള ചോറ് പെട്ടെന്ന് തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾക്കും നല്ലോണം വിശന്നു. അപ്പം ഉമ്മ എല്ലാവർക്കും ഇങ്ങനെ വാരി തന്നിട്ടെല്ലാം ഉണ്ടായിരുന്നു. അപ്പം ഇത് കാണുമ്പോൾ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ബേജാറാണ് കേട്ടോ. ഞാൻ ഇതന്നെ ലേറ്റ് ആവാൻ കാരണം തന്നെ ഇത്ര ലേറ്റ് ആവാൻ എന്താ വെച്ചാൽ ഞാൻ വീഡിയോ എഡിറ്റ് ആക്കാനിരിക്കും, പിന്നെ നമുക്ക് പറ്റുന്നില്ലായിരുന്നു കേട്ടോ അങ്ങനെ വോയിസ് കൊടുക്കാൻ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫുഡും കാര്യങ്ങളെല്ലാം കഴിച്ചിട്ട് ഇനിയിപ്പം നേരെ റൂമിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഉമ്മ ആകെ ഇതന്നെ കൊണ്ടുവന്നിട്ടുള്ളൂ കേട്ടോ. ഉമ്മാൻ്റെ 30 കിലോ വെയിറ്റിൻ്റെ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. 7 കിലോത്തിൻ്റെ ആ ഒരു പെട്ടില്ല, നമ്മൾ ഹാൻഡ് ബാഗ് നമ്മൾ കയ്യിൽ പിടിക്കുന്ന അത് മാത്രമേ കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളൂ. കാര്യം ഉമ്മക്ക് ഒന്നും കൊണ്ടുവരാൻ പറ്റുന്നില്ല. പിന്നെ വിസ അടിച്ചിട്ട് ഉമ്മ എപ്പോൾ ഇങ്ങനെ 6 മാസം കഴിയുമ്പോൾ ഇപ്പോൾ ഇവിടെ നിൽക്കലില്ല, വിസ അടിച്ചിട്ട് അങ്ങനെ പോക്കാന്ന് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ വിസ ക്യാൻസലാകണ്ട, എല്ലാവരും ഉള്ളതല്ല ഇവിടെ, മക്കളും മരക്കളും നമ്മളൊക്കെ ഉള്ളതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉമ്മാക്ക് വന്നിട്ട് ഇങ്ങനെ പോവാം. ഉമ്മ അങ്ങനെ വരലാന്ന്. ഉപ്പായാലും ഇപ്പം കൂടുതൽ ഇവിടെ നിൽക്കലില്ല, വന്നിട്ട് 2 ആഴ്ചയെല്ലാം നിന്നിട്ട് അങ്ങനെ പോവലാന്നിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് വിസ ക്യാൻസലാക്കാത്തത്. അപ്പോൾ ഉമ്മ കടിച്ച പറിച്ച് പിന്നെ ചെറിയ നാത്തൂൻ്റെ വീട്ടിൽ നിന്നില്ലേ നെയ്യപ്പം കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് 2 കെട്ടായിട്ടാണ് കൊടുത്തയച്ചിട്ടുള്ളത്. പിന്നെ ഉപ്പതാ ചിപ്സ്, ഫാദുവിന് ചിപ്സ് വേണം എന്ന് പറഞ്ഞപ്പോൾ 2 പാക്കറ്റ് ചിപ്സ് കൊടുത്തയച്ചതിന്. അപ്പം ഒന്ന് അല്ല എനിക്ക് കൊണ്ടുപോകാനും ഒന്ന് ഞമ്മക്കും ഇവിടെ എടുക്കാനും വേണ്ടിയിട്ട് അങ്ങനെ 2 പാക്കാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കരിമ്പില്ലേ, തെങ്ങിൻ്റെ കരിമ്പ്, തെങ്ങ് വെട്ടുന്ന നമ്മളെ വീട്ടിൽ അന്ന് തെങ്ങ് വെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പ പറഞ്ഞാലോ ഇത് കൊണ്ടേക്കാം, ഇതൊന്നും ഇവിടെ കിട്ടൂലോ, അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള കരിമ്പായിരുന്നു കേട്ടോ. അപ്പോൾ അതും ഉമ്മ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ 2 ഡ്രസ്സ് ഞാൻ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് വെയിറ്റ് കൂടിയിട്ട് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ലായിരുന്നു, ഒരു പാർട്ടി വെയറായിരുന്നു. അപ്പോൾ ഉമ്മാൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചത് നിങ്ങൾ കൊണ്ടുവന്നീന്? അമ്മ കൊണ്ടുവന്നീനെന്ന് പറഞ്ഞപ്പം ഞാൻ പെട്ടി തുറന്നപ്പോൾ പാൻറ്റും ഉണ്ട്,
എന്താ പറയുക ടോപ്പുണ്ട്, ഷോളില്ല കേട്ടോ. ആ ഷോൾ ഉമ്മ ആടന്നെ വെച്ചിട്ട് മറന്നിട്ട്, അപ്പം ഞാൻ അതിന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എൻ്റെ ഷാള് കൊടുന്നിട്ട പിന്നെ പാൻറ്റും ഷോളും ഞാൻ എങ്ങനെ ഇടുന്നതെന്നെല്ലാം പറഞ്ഞിട്ട്. പിന്നെ നെയ്യപ്പം ഞാൻ ഈ വണ്ടിയിൽ നിന്ന് കഴിച്ചില്ലേനോ, ഉമ്മാൻ്റെ ബാഗിൽ നിന്ന് തന്നെ എടുത്തിട്ട് കഴിച്ച നല്ല ഉണ്ടായിരുന്നു കേട്ടോ. അത് ചെറിയ ബ്രദറിൻ്റെ വൈഫ് അവരെ ഉമ്മ ഉണ്ടാക്കിയിട്ട് കൊടുത്തയച്ചതാണ്. അത് ഒരു കെട്ട് ബ്രദറിനെ അങ്ങോട്ട് കൊണ്ടുപോകാനുള്ളതാ, അല്ലായിരുന്നു ഒരു കെട്ട് ഞാൻ പൊട്ടിച്ചിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ ആ ഒരു കടിച്ചാപ്പറിച്ചില്ലേ, അതായത് ഉപ്പളത്ത് പറയില്ല എന്തിപ്പാ ബണ്ട് മുട്ടായി എന്ന് പറയില്ല, അതാണ് കേട്ടോ. അത് മരുപ്പച്ചെന്ന് വാങ്ങിച്ചാണ് തിരൂര്. അത് നല്ല ടേസ്റ്റാണ്. ഈ ഒരു കടിച്ചാപ്പറിച്ചില്ലേ, അത് എളാമ്മ കൊടുത്തയച്ചാണ്, ഉമ്മാൻ്റെ അനിയത്തി അവർ കൊടുത്തയച്ചാണ്. അപ്പോൾ അത്രയ്ക്കുള്ളൂ ഉമ്മ വന്ന വിശേഷങ്ങൾ. പിന്നെ അതിൻ്റെ ശേഷം ഞാൻ അങ്ങനെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഉമ്മ വന്ന് 2ാമത്തെ ദിവസമാണ് ഉമ്മക്കിത് സംഭവിച്ചത്. അതിൻ്റെ ശേഷം ഞാൻ 2 ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ നാട്ടിൽ പോയി. പിന്നെ 1.5 മാസം അവിടെ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഫാദും 1.5 മാസം കഴിഞ്ഞതിന് ശേഷം ഫാദർ വന്ന് പിന്നെ അതിൻ്റെ ശേഷം ഞാൻ കാസർഗോട്ടേക്ക്, അതായത് ഉപ്പളത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഉപ്പളത്തേക്ക് വന്നപ്പം നമ്മൾ ബാബിൻ്റെ വീട്ടിലേക്ക് വന്നാട്ടാ. ഇത് നിങ്ങൾക്കറിയായിരിക്കും, ഞാൻ മുന്നേ വീഡിയോസിലെല്ലാം കാണിച്ചിട്ടില്ലേന്. അസ്മ ഫാദുവിൻ്റെ മൂത്തമ്മാൻ്റെ മോനാണ് സെരീഫിച്ചൻ്റെ വീടാണ് കേട്ടോ. അത് പുതിയ വീടാണ്. അപ്പം നമ്മൾ ഹൗസ് വാമിങ്ങിന് ഉണ്ടായിട്ടില്ല, നാട്ടിലുണ്ടായിട്ടില്ല, നമ്മളിവിടെ ഇരിക്കുമ്പോഴാണ്. അപ്പോൾ അസ്മാൻ്റെ വീട്ടിലേക്ക് എൻ്റെ അടുത്തിരിക്കുന്നത് അസ്മയെന്ന് കേട്ടോ. ഞാൻ കുറേ ഷോർട്ട് വീഡിയോസ് എല്ലാം ചെയ്തതാണ് അവളും ഞാനും കൂടെ. എന്നിട്ട് എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ ചോദിച്ചിന് നിൻ്റെ മോളാന്നെല്ലാം ചോദിച്ചിനല്ലോ. അപ്പോൾ അതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയതാണ്. അപ്പോൾ ഭാബി ഫുഡെല്ലാം വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ രാത്രിയായിരുന്നു കേട്ടോ പോയത്. അപ്പോൾ അതെല്ലാം കഴിച്ചിട്ട് ഞാൻ കുറച്ച് വീഡിയോസെല്ലാം ഇങ്ങനെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് എടുത്താന്ന് കേട്ടോ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് പോകുന്നു. നല്ല ഉണ്ട് കേട്ടോ അസ്മാൻ്റെ വീട്, മാഷാഅല്ലാ അടിപൊളിയാണ്. ഫുള്ളായിട്ട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഇനി ഇൻഷാല്ലാ നാട്ടിൽ പോയിട്ട് വീഡിയോസെല്ലാം എടുക്കാം. ഞാനിങ്ങനെ ചെറുതായിട്ട് ഓർമ്മക്കെല്ലാം ഇങ്ങനെ എടുത്തതാണ്. പിന്നെ നമ്മൾ ഒരു 4-5 ദിവസം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ തന്നെ. പിന്നെ ഇത് ഫാദിൻ്റെ ഏട്ടൻ്റെ, അതായത് ഫാദിൻ്റെ നേരെ ബ്രദറുണ്ട്, അവരെ വീട്ടിലാണ്. അപ്പം എൻ്റെ കൂടെ ഉള്ളത് നമ്മളെ ഫാമിലിയാണ് കേട്ടോ. ഉമ്മ ഫൗസാന്, ഫാദിൻ്റെ ഏട്ടന്, വൈഫ്, അവരെ കുട്ടികൾ. ഇത് ബാബിൻ്റെ വീട്ടിലാണ് കേട്ടോ, അതായത് ഫാദിൻ്റെ ബ്രദറിൻ്റെ വീട്ടിലാണ്. അപ്പം നല്ല മീനിൻ്റെ നെണ്ടും ചൊരങ്ങിയും കൂടെ നല്ല അടിപൊളി മീനിൻ്റെ കറി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കാസർഗോഡിൻ്റെ സ്പെഷ്യലാണ് കേട്ടോ. ഈ കറി നല്ല ടേസ്റ്റാണ്. പിന്നെ ആവോലി ഫ്രൈ, പിന്നെ അയക്കുറ ആവോലിയും ഓർമ്മയില്ല, ആവോലിയാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം അതെല്ലാം നമ്മൾ നാടൻ ഫുഡ് മതി എന്ന് പറഞ്ഞപ്പം ബാബി അതാക്കിയതാണ്. ഫാദറിൻ്റെ ബ്രദർ ഷിപ്പിലാണ് കേട്ടോ, പക്ഷെ അവർ നാട്ടിലുണ്ട് ഇപ്പോൾ, അവർ പോകാനായിട്ടുണ്ട്. അപ്പം അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ചിട്ടുള്ള ആ ഒരു ടൈമാണ് കേട്ടോ. അപ്പോൾ 2 ദിവസം അവിടെ ഇച്ചാൻ്റെ വീട്ടിൽ സ്റ്റേ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫാമിലിയിലെല്ലാം പോകാനുണ്ട് കേട്ടോ. ഉമ്മാൻ്റെ ബ്രദറിൻ്റെയും സിസ്റ്ററിൻ്റെ വീട്ടിലും ഒക്കെ ഇങ്ങനെ പോകാനുണ്ടായിരുന്നു. അപ്പം അവിടെ നമ്മൾ അടുത്തുള്ള ബന്ധത്തിലെല്ലാം പോയിട്ട് വന്ന്, കുറച്ച് ദൂരമുള്ള ബന്ധത്തിലൊന്നും പോയിട്ടില്ല കേട്ടോ. എപ്പോഴും പോകലുണ്ട്, ഈ കാര്യം നമുക്ക് ടൈമില്ലായിരുന്നു. ഇപ്പോൾ നാട്ടിൽ പോയി കഴിഞ്ഞാലില്ല ടൈം പോകുന്നേ അറിയുന്നില്ല. പ്രത്യേകിച്ച് ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോൾ എനിക്ക് അങ്ങനെ നല്ലോണം ടൈം പോയിക്കൊണ്ട് ഫിസിയോതെറാപ്പിൻ്റെ ഹോസ്പിറ്റലിൽ പോയപ്പം ടൈം നല്ലോണം പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ബേബിയിലിരിക്കുമ്പോൾ അങ്ങനെ ടൈം പോകുന്നേ ഇല്ലായിരുന്നു കേട്ടോ. പക്ഷെ നാട്ടിൽ ഫാദർ വന്നതിൻ്റെ ശേഷം എപ്പോൾ ടൈം പോകുന്നത് അറിയുന്നേ ഇല്ല. രാവിലെ ആകുന്ന 2-3 ഫാമിലിയുടെ അടുത്ത് പോകുന്ന വൈകുന്നേരം ആയിട്ടായി അന്നത്തെ ദിവസം കഴിഞ്ഞ്. ഫാദറിനാണെന്നുണ്ടെങ്കിൽ ലീവും ഇല്ല. ഫാദറിന് പെട്ടെന്ന് 31-ാം തീയതി ആകുമ്പോൾ ഇങ്ങോട്ട് എത്തും വേണം കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ എല്ലായിടത്തും ഒന്ന് പോയിട്ടെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം രാവിലെ ഒരു 10-11 മണിയായിരുന്നു കേട്ടോ. അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ആക്കിയിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇത് നമ്മൾ ഫൗസാൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് കേട്ടോ. കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല. ഇൻഷാല്ലാ കല്യാണം ഈ കൊല്ലം ലാസ്റ്റും ഒക്കെ ആയിട്ടുണ്ടാവും കേട്ടോ ഇൻഷാല്ലാ. അപ്പം ഇച്ച ഫാദറിൽ ഉണ്ടല്ലേ, അപ്പോൾ ഒന്ന് വിസിറ്റ് ആക്കിയിട്ട് അവളെ കണ്ടിട്ടെല്ലാം വരാമെന്ന് വിചാരിച്ചിട്ട് ബാംഗ്ലൂരാന്ന് കേട്ടോ, കാട്ടിപ്പള്ള അങ്ങനെ എന്തോ. അപ്പം അങ്ങോട്ട് പോക്കാന്ന്. അപ്പോൾ ഓരോ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം അവർ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മാത്രം നമ്മൾ ട്രാഫിക്കിലും ഒക്കെ പെട്ടിട്ട് ലേറ്റായിപ്പോയി. ഇവിടെ എത്തിയപ്പം 1:30 അങ്ങനെ എന്തോ ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ലഞ്ചും ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിക്കലാന്ന് എല്ലാവരും കൂടെ ഇരുന്നിട്ട്. നമ്മൾ മാംഗ്ലൂർ ആ ഭാഗത്തുള്ള ഫുഡ് വേറെ തന്നെയാണ് കേട്ടോ. ചെറുമുറി, പിന്നെ അതുപോലെ വടാപ്പാവ്, ഇതെല്ലാം വേറെ തന്നെ ടേസ്റ്റാണ്. ഒരുപാട് സ്പോട്ടുണ്ട് കേട്ടോ ഫുഡിൻ്റെ എല്ലാം. നമ്മൾ
ഇപ്പോൾ കൂടുതലായിട്ട് അന്ന് പോയിട്ടില്ല, ഈ പ്രാവശ്യം പോയിട്ട് അങ്ങനെ പോയിട്ടൊന്നുമില്ല. ഫിഷിൻ്റെ എല്ലാം വെറൈറ്റി കിട്ടുന്ന സ്ഥലമെല്ലാം ഉണ്ട്. പിന്നെ ഇവിടെ ഇവരെ വീട്ടിലത്തെ ഫുഡായാലും വേറെ തന്നെ ടേസ്റ്റാട്ടോ. ബീഫ് വറവ് ഇതൊക്കെ വേറെ തന്നെ ടേസ്റ്റാണ്. നമ്മളെ ഫുഡ് വേറെ ടേസ്റ്റ്, മലപ്പുറത്തെ ഫുഡ് വേറെ ടേസ്റ്റ്, മാംഗ്ലൂർ എത്തുമ്പോൾ വേറെ ടേസ്റ്റ്. പക്ഷേ എല്ലാം അടിപൊളി ടേസ്റ്റ് തന്നെ കേട്ടോ. നെയ്പ്പത്തൽ ഇതെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ചൂട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിച്ചിട്ടതാ. പിന്നെ ലാസ്റ്റ് ഫ്രൂട്ട്സ് പുഡിങ് ഇതെല്ലാം ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിക്കലാന്ന്. അതാണ് കേട്ടോ ഓളപ്പ ഫൗസാൻ്റെ കാക്ക എന്ന് പറഞ്ഞാൽ ഞാൻ പറയലില്ല, ഉപ്പളത്ത് അമ്മോശാങ്ക, അതായത് നമ്മൾ അമ്മോശാങ്ക എന്ന് പറയില്ലേ, അമ്മോശാങ്കാന്ന് ഒരു കാക്ക എന്നിട്ടാ പറയൽ. പിന്നെ അമ്മായിമാക്കില്ലേ, അമ്മായി എന്ന് പറയും. എൻ്റെ ഉമ്മാനെ ഇവിടുത്തെ ഫാദു ഉമ്മ തന്നെ കേട്ടോ വിളിക്കൽ, മാത്രം അവർ എല്ലാവരും അമ്മായി എന്ന് തന്നെ വിളിക്കൽ. ഫാദു നമ്മളവിടെ എങ്ങനെ വിളിക്കുന്നത് അതേപോലെ തന്നെ കേട്ടോ വിളിക്കുന്നത്. ബാക്കി എല്ലാവരും അമ്മായി എന്നിട്ട് വിളിക്കൽ. ഉമ്മ ഫസ്റ്റ് എല്ലാം എനിക്ക് ചിരി വന്നുകൊണ്ടുണ്ടായിനി. ഫാദുവിൻ്റെ കസിൻസ് എല്ലാം അമ്മായി എന്ന് വിളിച്ചപ്പോൾ ഇപ്പോൾ പിന്നെ റെഡിയായി. അങ്ങനെ നമ്മൾ അവിടുന്ന് നേരെ വന്നിട്ട് മാക്സിൽ കയറിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ CCയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മാക്സിൽ രണ്ട് മൂന്നല്ല കേട്ടോ, നമുക്കൊരു ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ്. അപ്പം സ്കേർട്ട് എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ടുണ്ടായിരുന്നു. വൈറ്റിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അത് നോക്കിയപ്പം അത് ഇട്ടപ്പോൾ എന്തോ ഒരു ബോറ് തോന്നുന്നു കേട്ടോ. സ്കേർട്ട് അധികം എന്താ പറയുക താഴേക്കില്ല. അപ്പം അത് പറഞ്ഞ് അത് വേണ്ട, നല്ലില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഓരോന്നിങ്ങനെ ഇട്ട് നോക്കിയാണ്. എനിക്ക് വൈറ്റിൽ നല്ലോണം ഇഷ്ടമായിരുന്നു കേട്ടോ. മാത്രം എനിക്കിഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫാദുവിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് അപ്പോൾ ഫാദുവിന് വലിയ ഇഷ്ടമായിട്ടില്ല. മാക്സിൽ സുഡിയോയിൽ അതെല്ലാം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല നല്ല കളക്ഷൻ ഉണ്ട്. മാത്രം ഞാൻ വിചാരിച്ചത് എനിക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ പിന്നെ എന്താ പറയുക ഒരു പാൻറ്റും ടോപ്പ് കൊടുത്തിട്ട് അങ്ങനെ വന്നിട്ടാ. അപ്പോൾ ഇതെല്ലാം ഞാനിങ്ങനെ ഇട്ട് നോക്കിയതാണ്. അപ്പോൾ നമ്മൾ പാൻറ്റും ടോപ്പ് എടുത്തത്. പിന്നെ അവിടുന്ന് നമ്മൾ ചെറുമുറി കേൾക്കലാന്നിട്ടാ. ഇവിടെ നല്ല അടിപൊളി ചെറുമുറി കിട്ടും. അപ്പം നമ്മൾ എപ്പോഴും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ചെറുമുറി കേൾക്കണമെന്ന് പുതിയ ആയാലും ഇവിടെ വന്നിട്ട് കേൾക്കലുണ്ട്. അങ്ങനെ ചെറുമുറി എടുത്തിട്ടുണ്ട്. ഇത് എഗ്ഗിൻ്റെതാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. കുറേ സ്പെഷ്യലെല്ലാം ഉണ്ട് അവിടെ. ചെറുമുറീൻ്റെ റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ മലപ്പുറം നമ്മളെ അങ്ങോട്ട്, അതായത് എൻ്റെ പെണ്ണിൻ്റെ അങ്ങോട്ടൊന്നും ചെറുമുറി എന്ന് പറഞ്ഞാൽ വല്ലാതെ അറിയൂല. ഇപ്പം അറിയായിരിക്കും. അതെന്ന് ഞാൻ എൻ്റെ കല്യാണം കേൾക്കുന്ന ടൈമിലൊന്നും അറിയൂലായിരുന്നു കേട്ടോ. ഞാനിവിടെ വന്നിട്ട് അന്ന് ഫസ്റ്റായിട്ട് കേൾക്കുന്ന തന്നെ നല്ല ഉണ്ട് കേട്ടോ. അത് നമ്മളെ പൊരിയില്ലേ അതെല്ലാം ഇട്ടിട്ടുണ്ടാക്കുന്നതാണ്. പക്ഷെ അത് ഉണ്ടാക്കിയ പാടന്നെ ഇങ്ങനെ കഴിക്കണം. ഇത് നമ്മൾ എഗ്ഗിൻ്റെതാണ് കേട്ടോ. അടുത്തത് സ്പെഷ്യലായിട്ടുള്ള മസാല എല്ലാം ഇട്ടിട്ട് അങ്ങനെ ആക്കുന്നതാണ്. 2-3 ഐറ്റം എന്തെല്ലോ വെറൈറ്റി എല്ലാം ഉണ്ട്. അങ്ങനെ നമ്മൾ ചെറുമുറി കേൾക്കലാണ്. ഇത് കാണുമ്പോൾ പിന്നെ നല്ലില്ല, നല്ല സ്പൈസി ആയിട്ട് നല്ല ഉണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. മസാല ഇല്ലാത്തതുകൊണ്ട് മസാല ഇട്ടിട്ട് കഴിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും കഴിക്കാം. അങ്ങനെ അപ്പോൾ പിന്നെ നമ്മൾ കോഫി ചായ അതെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഫാദുവിന് ഓംപ്ലേറ്റ്. ഇത് ഫാദു ഇവിടെ വന്നാൽ എപ്പോഴും കഴിക്കലുണ്ട് കേട്ടോ. ചെറുമുറി എടുക്കുന്ന പോലെ തന്നെ ഈ ഒരു ഓംപ്ലേറ്റ് എടുക്കലുണ്ട്. ഫാദുവിന് പിന്നെ അവിടെ ചെന്നാൽ ഈ ഓംപ്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതും വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന എന്നിട്ട് അവരുടെ അടുത്ത് ചോദിക്കലാണ്, നിങ്ങൾ കോക്കനട്ട് ഓയിലല്ലേ ഉണ്ടാക്കുന്നത്, കോക്കനട്ട് ഓയിൽ ഉണ്ടാക്കിയാൽ മതി കേട്ടോ ഓംപ്ലേറ്റ് എന്ന് പറയലാണ് കേട്ടോ. അപ്പോൾ അതും ആ ഒരു കോക്കനട്ട് ഓയിൽ ഉണ്ടാക്കുന്ന ഒരു ഓംപ്ലേറ്റ് വേറെ തന്നെ ഒരു മണമാണ് കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിച്ചിട്ട് പിന്നെന്താക്കിയ നമ്മൾ സുഡിയോയിലും അവിടെ എല്ലാം പോയിട്ടുണ്ടായിരുന്നു. കുറേ ആൾക്കാർ എൻ്റെ വീഡിയോസ് കാണുന്നവരില്ലേ, എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ കുറേ ആൾക്കാരെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനെ കണ്ടിട്ട് എന്നെ തേടി വന്നവരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവളെ പേര് ഞാൻ മറന്നുപോയി. പിന്നെ എൻ്റെ അടുത്ത് എൻ്റെ വീഡിയോസ് കാണലുണ്ട്, കാണാത്തപ്പോൾ ഞാനിങ്ങനെ നോക്കലാന്ന് വന്നാ എനിക്ക് കമൻ്റെല്ലാം ചെയ്യലുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ടാണ് കുറേ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. സഫ ഫുഡ് ലാൻഡത്തെ സഫ അല്ലേ എന്നാട്ടോ ചോദിക്കുന്നത്. സഫ എന്നല്ല എൻ്റെ പേര് സൽമ എന്നാണ് കേട്ടോ. പിന്നെ സഫ എന്ന് ഞാൻ ഇടാൻ കാരണം സൽമ എന്നുള്ള എസ് ഫാദ് എന്നുള്ള എഫ് അങ്ങനെ സഫ എന്നിട്ടതാണ് കേട്ടോ ഒരു ചാനലിൻ്റെ പേര്. അങ്ങനെ പിന്നെ ദുബായിലേക്ക് കൊണ്ടുവരാനുള്ള സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി എന്താ പറയുക സ്നാക്സും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ നമ്മളെ അപ്പങ്ങളില്ലേ, അതായത് നമ്മൾ ഈദിൻ്റെ സ്പെഷ്യൽ അപ്പങ്ങളില്ല, നമ്മൾ കാസർഗോഡ് സ്പെഷ്യൽ അപ്പങ്ങൾ, കടലപ്പം, കൊട്ടപ്പം അങ്ങനത്തെ അപ്പങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം വാങ്ങിക്കാനായിട്ട് ഉപ്പളത്തേക്ക് വന്നതാണ് കേട്ടോ. രാത്രിയാണ് തോന്നുന്നു വന്നത്. അതായത് ഒരു 8 മണി എന്തോ ആയിനും തോന്നുന്നുണ്ട് കറക്റ്റ്
അപ്പോൾ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഇതിപ്പം കുറച്ച് ഡിലേ ആയല്ലേ. നമ്മൾ അപ്പൊക്കപ്പോൾ വീഡിയോസ് എടുക്കുമ്പോൾ അതിന് വോയിസ് കൊടുക്കുമ്പോൾ കറക്റ്റ് ഓർമ്മ ഇരിക്കുന്നു. ഇത് എപ്പോഴാണ് കറക്റ്റ് ടൈമും അതൊന്നും ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ അതാ എന്തായാലും രാത്രിയായിരുന്നു തോന്നുന്നു. അങ്ങനെ നമ്മൾ ഓരോന്നോരോന്നായിട്ട് എടുക്കലാന്നിട്ടാ. ഈ ഒരു പൊരിയപ്പം ഇതിൻ്റെ റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ പെരുന്നാളപ്പാന്ന്. അപ്പോൾ അതും കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട്, കടലപ്പം വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോരോ അപ്പങ്ങൾ ഓരോന്നോരോന്നെല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. ഓരോ പാക്കറ്റായിട്ടും 2 പാക്കറ്റായിട്ടും ഒക്കെ എടുത്തിട്ടുണ്ട്. കാര്യം ഫാദറിൻ്റെ ഫ്രണ്ട്സ് ഫാമിലി എല്ലാവരും ഉണ്ട്, കസിൻസ് എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ അവർക്കെല്ലാം കൊടുക്കാനും വേണ്ടിയിട്ട്. പിന്നെ നമ്മളെ നാട്ടിലത്തെ എന്താ പറയുക ബണ്ട് മുട്ടായി കടിച്ച പറിച്ചില്ലേ, അത് തേനാറ് എന്തൊക്കെച്ചാറ് ഇങ്ങനത്തെ എല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഷോപ്പിലില്ലായിരുന്നു, അത് വേറെ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചേട്ടാ. ഇവിടുന്ന് എള്ളുണ്ട അങ്ങനത്തെ എല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചിപ്സ്. അപ്പോൾ അങ്ങനത്തെ എന്താ പറയുക പാക്കറ്റായിട്ട് ചെറിയ പാക്കറ്റായിട്ട് എല്ലാവർക്കും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കാസർഗോഡ് സ്പെഷ്യൽ അപ്പങ്ങളാണ് കേട്ടോ. വാട്ടുപത്തിൽ ഞാൻ പറഞ്ഞില്ല, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ നമ്മളെ നാട്ടിൽ കിട്ടാത്തതായിട്ടുള്ള. ഇപ്പം കിട്ടുന്ന ആദ്യമൊന്നും കിട്ടലില്ലേന് കേട്ടോ വാട്ടുപത്തിൽ അത് ഇതെന്നെല്ലാം പറഞ്ഞിട്ട്. ഇവരെ പെരുന്നാൾ അപ്പങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ടല്ലോ അപ്പങ്ങൾ, കാസർഗോഡ് സ്പെഷ്യൽ പെരുന്നാൾ അപ്പങ്ങൾ. അപ്പം അതിൽ പെട്ട ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതാ ആ വാട്ടുപത്തിൽ ഇതെല്ലാം നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല ക്രിസ്പിയാണിത്. ഇതെല്ലാം നല്ല കട്ടൻ ചായയിൽ ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതെല്ലാം നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ ഈ വീഡിയോസ് കാണുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടാക്കണേ. ലൈക്ക് ചെയ്യാൻ കൂടെ മറക്കരുത് കേട്ടോ. ഞാൻ പിന്നെയും പറയാമെന്ന്, ലൈക്ക് മറക്കാതെ ചെയ്യണേ. എന്തെങ്കിലും കമൻറ്റ് ചെയ്യട്ടോ. നിങ്ങൾക്ക് എന്താണ് ഈ വീഡിയോസിൽ കണ്ടിട്ട് അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. റീപ്ലൈ ഞാൻ തരാട്ടോ. ഇതുവരെ ബിസി ആയിരുന്നു, അതുകൊണ്ടാണ് റീപ്ലൈ ഒന്നും തരാഞ്ഞത്. നിങ്ങൾക്കെല്ലാം മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇനിയിപ്പം വീഡിയോസ് ഞാനിപ്പോൾ ഇട്ടിട്ട് ഒരു 1-2 മാസം പോലെ ആയില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഗ്യാപ്പ് എടുത്തപ്പോഴേ നമുക്ക് വീഡിയോസ് കറക്റ്റ് വോയിസ് ഒന്നും കറക്റ്റ് വരുന്നില്ല കേട്ടോ. എന്തെങ്കിലും പ്രോബ്ലം എല്ലാം ഉണ്ടാവും. അപ്പം നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു, സോറി കേട്ടോ. എന്താ പറയുക, കുറച്ച് നമ്മൾ ഗ്യാപ്പ് എടുക്കുമ്പോഴല്ലേ അപ്പുറപ്പുറമെല്ലാം ആവുന്നു. ഇനിയിപ്പം ഇൻഷാ അല്ലാഹ് റെഡി ആയിട്ട് വരണം. അങ്ങനെ ഇനിയിപ്പം ഇതിൻ്റെ ഇടയിലില്ലേ നമ്മൾ നാട്ടിൽ വന്നിട്ട് അതിൻ്റെ ഇടയിൽ എന്തെല്ലോ കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം ഇൻഷാ അല്ലാഹ് ഞാൻ ഷെയർ ആക്കാം നിങ്ങളടുത്ത്. പെരുന്നാളിൻ്റെ മുന്നേ തന്നെ ഷെയർ ആക്കാം. നിങ്ങളെ സപ്പോർട്ട് എന്തായാലും വേണം കേട്ടോ. ഇൻഷാ അല്ലാഹ് നമ്മൾ നിങ്ങളെ സപ്പോർട്ടാക്കണം എന്നെ. ഇനി ഇതാ നമ്മൾ ദുബായിലേക്ക് പോവാന്നിട്ടാ. അപ്പോൾ അതാ നമ്മൾ ലഗേജ് കിട്ടുന്നതും കാര്യങ്ങളൊന്നും വീഡിയോസൊന്നും എടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, കുറച്ച് ബിസി ആയിപ്പോയി. പിന്നെ ലഗേജ് കിട്ടുന്നത് കാണിക്കാൻ പ്രത്യേകിച്ചിട്ടൊന്നും നമ്മൾ വെച്ചിട്ടില്ല. എൻ്റെയും ഫാദറിൻ്റെയും ഡ്രസ്സ് ഉണ്ട്. പിന്നെ കുറച്ച് നമ്മൾ വീട്ടിലേക്കുള്ള ഐറ്റംസ് എല്ലാം പത്തിരിപ്പൊടി അങ്ങനത്തെ എല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് തന്നെ അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ സ്നാക്സും കാര്യങ്ങളെല്ലാം വാങ്ങിച്ചില്ല. പിന്നെ കുറച്ച് കട്ടാകൊട്ടി മുട്ടായി കാര്യങ്ങൾ അങ്ങനത്തെ എല്ലാം, അതായത് തേൻമുട്ടായി അങ്ങനത്തെ മുട്ടായി, ഹൽവ അങ്ങനത്തെ എല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊട്ടി കിട്ടുന്നതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഞാൻ പൊട്ടിക്കുന്നത് കാണിക്കട്ടെ, അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഇതിലിപ്പം വീഡിയോ കുറേ ലെങ്ത് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാണിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് എടുത്ത അന്ന് നമ്മൾ മിനിയാന്ന് പോയപ്പം എടുത്തില്ല ഡ്രസ്സ്. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ എടുത്തത്, മാക്സിൽ നിന്ന് എടുത്തതാണ്. ഇനിയിപ്പോൾ നമ്മൾ പോക്കാന്ന് പൈച്ചയും ബാബിയും കുട്ടികളും കൂടെ ആയിട്ടാ നമ്മൾ എയർപോർട്ടിലേക്ക് ആക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അവരോടെല്ലാം യാത്ര പറഞ്ഞിട്ടതാ. ഇച്ചാൻ്റെ കുട്ടികൾ നമ്മളെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ലോണം മിസ്സാകുന്നുണ്ട്. കാര്യം ചാച്ചി എന്ന് പറഞ്ഞിട്ട് 2-3 ദിവസമായാലും നമ്മളെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പം അവരായാലും നമ്മൾ എയർപോർട്ടിൽ കൊടുന്ന് വിടാൻ വന്നപ്പോൾ കുട്ടികൾ കണ്ടല്ലേ നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് എത്തുന്നു. ചാച്ച പോയി എന്നെല്ലാം പറഞ്ഞുകൊണ്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു 2-3 ദിവസം. അങ്ങനെ പെട്ടെന്ന് ടൈമും പോയിട്ടാ. അങ്ങനെ നമ്മൾ അരമണിക്കൂർ ലേറ്റ് ആയിട്ടുണ്ടായിന്. എന്താ വെച്ചാൽ ട്രാഫിക്കിലെല്ലാം കുടുങ്ങിയിട്ടുണ്ടായിന്. എമിഗ്രേഷൻ ക്ലിയറെല്ലാം കിട്ടിയിട്ടതാ. ഇനിയിപ്പോൾ ഫ്ലൈറ്റ് കയറാൻ വേണ്ടിയിട്ട് പോകാമെന്ന്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ചായ എല്ലാം വാങ്ങിച്ചിട്ട് അങ്ങനെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫ്ലൈറ്റിൽ കയറാനും വേണ്ടിയിട്ട് പോക്കാന്ന്. അപ്പം നമ്മൾ കോഫി അടുത്ത് കുടിച്ച് സാൻഡ്വിച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് നമ്മൾ കഴിച്ചിട്ടില്ല. കാര്യം ആ ഒരു ടൈം അവിടെ കിട്ടിയിട്ടില്ല കേട്ടോ. വാഷ്റൂമിലെല്ലാം പോയിട്ട് വന്നിട്ട് കോഫി കുടിച്ചിട്ട് ഇരുന്നപ്പോൾ അതിന് പിന്നെ ടൈം ആയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ ഫ്ലൈറ്റിൽ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ സാൻഡ്വിച്ച് അത് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് എനിക്ക് എന്തായാലും വിശക്കും, അപ്പോൾ കഴിക്കാമെന്ന് പറഞ്ഞ് അപ്പോൾ 2 സാൻഡ്വിച്ച് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനും ഫാദറും കൂടെ എപ്പോഴും നാട്ടിലേക്ക് പോകലുണ്ടെങ്കിലും ഇങ്ങോട്ട് വരൽ കുറവാണ് കേട്ടോ. അതായത്
അപ്പോൾ അത് ഞാനും കൂടെ നാട്ടിലേക്ക് പോയാൽ ചിലപ്പോൾ ഞാൻ കുറച്ചും കൂടെ അവിടെ നിൽക്കലുണ്ട്, 2-3 മാസം കൂടെ അവിടെ നിൽക്കലുണ്ട്. അതിന് ശേഷമാണ് ഞാൻ വരൽ. ഫാദറിന് പിന്നെ ഓഫീസിൽ ജോബ് ആയതുകൊണ്ട് കറക്റ്റ് ടൈമിന് എത്തണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഫാദർ വേഗം ഇങ്ങോട്ട് വരലുണ്ട് കേട്ടോ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോഴും നമ്മൾ ഒരുമിച്ചിട്ട് തന്നെ ഉമ്മ, ഫൗസാൻ, ഞാൻ, ഫാദു അങ്ങനെ ഒരുമിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും ഫാദും കൂടെ ഒരുമിച്ചിട്ട് ഫസ്റ്റ് ടൈമാണെന്ന് തോന്നുന്നു കേട്ടോ ഇങ്ങനെ വരുന്നത്. നമ്മളെ ഫ്ലൈറ്റ് രാത്രിയായിരുന്നു, അവിടുന്ന് വൈകുന്നേരം പോന്ന് ഇവിടെ ഒരു 10:30 ആ ഒരു ടൈമിലാണ് റീച്ച് ആവുന്ന ടൈം. അപ്പം ഫാദു ചീച്ചിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഇറങ്ങിയതിൻ്റെ ശേഷം. അപ്പോൾ വേഗം ചീച്ചു വന്നിട്ടുണ്ടായിരുന്നു, ദുബായ് എയർപോർട്ടിലേക്ക് തന്നെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഫ്ലൈറ്റിൽ ഇരിക്കുമ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫാദു പറഞ്ഞ് ഇനിയിപ്പോൾ അത് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ സാൻഡ്വിച്ചെല്ലാം കഴിച്ച് പിന്നെ ലൈറ്റെല്ലാം കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വീഡിയോസ് എടുത്തതാണ് കേട്ടോ. ഞാൻ എപ്പോഴും രാത്രി തന്നെയായിരുന്നു വരൽ. എനിക്ക് തോന്നുന്നു അങ്ങോട്ട് പോകുമ്പോഴും രാത്രി തന്നെ, ഇങ്ങോട്ട് വരുമ്പോഴും അങ്ങനെ രാത്രി തന്നെയാണ് കേട്ടോ. ഇങ്ങനെ ഫുള്ള് ലൈറ്റ് തന്നെ കാണാൻ നല്ല രസമാണ് കേട്ടോ. നാട്ടിലേക്ക് അങ്ങോട്ട് എത്തുമ്പം ഫുള്ള് പച്ചപ്പും കുറച്ച് ലൈറ്റും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കാണാനും. അതേപോലെ തന്നെ ഇങ്ങോട്ട് എത്തുമ്പം ഫുൾ ലൈറ്റ്, പിന്നെ മലകളാണ് കേട്ടോ കൂടുതലും, പിന്നെ കുറേ ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ അങ്ങനെ കാണും. അപ്പോൾ നമ്മൾ ദുബായ് എയർപോർട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം കുറേ നടക്കാനുണ്ട് കേട്ടോ. പിന്നെ എപ്പോഴത്തെ പോലെ തന്നെ ലഗേജ് കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് നമ്മൾ പത്തൽപ്പൊടി അങ്ങനത്തെ എല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, മാത്രം അതെല്ലാം അവിടെ വെച്ചിട്ട് പോന്നിട്ട് വെയിറ്റ് പെട്ടെന്ന് കൂടുന്നത് എന്താണെന്നറിയില്ല. കുറച്ച് വെക്കുമ്പോഴത്തേന് അപ്പം എന്നെ കൂടിയിട്ടുണ്ടായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ ഡ്രസ്സൊന്നും കൊണ്ടുപോയിട്ടില്ല, 2-3 അബായും പിന്നെ 2-3 ഡ്രസ്സും അത്രയേ കൊണ്ടുപോയിട്ടുള്ളതിന് കേട്ടോ. മാത്രം എന്താക്കുന്നു നമ്മളിങ്ങനത്തെ സ്നാക്സും പിന്നെ പത്തൽപ്പൊടി അങ്ങനത്തെ എല്ലാം വെക്കുമ്പോൾ തന്നെ വെയിറ്റ് ആയിട്ടായി അവിടെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് വെയിറ്റ് കൂടിയത് തന്നെ അവിടെ വെച്ചിട്ടാണ് കേട്ടോ പോന്നിട്ടുള്ളത്. ഇനിയിപ്പം ആരെങ്കിലും നാട്ടിൽ പോകുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി പറയണം. നമ്മൾ നാട്ടിൽ പോയാൽ എന്തായാലും നമുക്ക് വേണ്ട സാധനം നമ്മൾ കാണുമ്പോൾ ഇങ്ങനെ വാങ്ങിച്ചിട്ട് വെക്കുമല്ലോ. പിന്നെ ലാസ്റ്റാണ് നമ്മൾ പെട്ടി കിട്ടുന്ന ടൈമിൽ വെയിറ്റ് നോക്കുമ്പോൾ നല്ലോണം കൂടിയിട്ടുണ്ടാവും. പിന്നെ ഒരു 6-7 കിലോ അവിടെ ഇട്ടിട്ട് വരും. ഇപ്പോൾ 12 കിലോനാ അങ്ങനെ എന്തോ വെയിറ്റ് കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം അവിടെ വെച്ചിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പം എപ്പം ഇങ്ങോട്ട് എത്താമെന്നൊന്നും പറയില്ല, അറിയൂല കേട്ടോ. അങ്ങനെ നമ്മൾ ദുബായ് എയർപോർട്ടിൽ എത്തി പുറത്തിറങ്ങിയിട്ടുണ്ട്. പുറത്തിറങ്ങി ജീജു വന്നിട്ടുണ്ടായിരുന്നു കൂട്ടാൻ. അങ്ങനെ നമ്മളെ പിക്കാക്കിയിട്ട് നമ്മൾ പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ടില്ല, നല്ലോണം വിശന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പറഞ്ഞ് എന്ത് കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ചായക്കടയിൽ, നമ്മൾ അജ്മാലിൽ തന്നെയുള്ള ചായക്കടയിലാണ് ഞാൻ കുറേ റിവ്യൂ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ അവിടുത്തെ ഫിഷ് ചട്ടിക്കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവിടുത്തെ ബീഫ് ചട്ടിക്കറി, ഫിഷ് ചട്ടിക്കറിയും നല്ല രസമാണ്. അപ്പോൾ നമ്മളിപ്പം എനിക്ക് ഫിഷിനോട് ഒരു മൂഡായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഫിഷ് ചട്ടിക്കറിയും നെയ്പ്പത്തൽ, പൊറോട്ടയിൽ ദോശ അങ്ങനെ എന്തോ എടുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ നെയ്പ്പത്തലും, ഇവിടുത്തെ നെയ്പ്പത്തലും നല്ല ഉണ്ട് കേട്ടോ. അപ്പോൾ ഫിഷ് ചട്ടിക്കറിയും എന്താ പറയുക ഫാദറിന് ദോശ എന്തോന്ന് പറഞ്ഞത്, പിന്നെ നെയ്പ്പത്തിരി, ദോശ ഇതെല്ലാം എടുത്തിട്ടുണ്ട്. അങ്ങനെ എൻ്റെ പൊന്നെ നമ്മളെ ഫിഷ് മാംഗോ ചട്ടിക്കറി കേട്ടോ. പിന്നെ ഇത് നല്ല ടേസ്റ്റാണെന്ന് ഞാൻ പറയില്ല, നെയ്പ്പത്തലിൻ്റെ കൂടെയും നീർദോശൻ്റെ കൂടെ എല്ലാം നല്ല ടേസ്റ്റാണ്. അപ്പോൾ വായിൽ വെള്ളം വരുന്നുട്ടാ ഇപ്പോൾ കാണുമ്പോൾ. പിന്നെ ഇവിടുത്തെ ചായ പിന്നെ അവിടുത്തെ സ്പെഷ്യലാണ് കേട്ടോ. ആ ചായക്കടയിൽ ഇപ്പോൾ ഇവിടെ നല്ല തണുപ്പല്ലേ, അപ്പോൾ ഇങ്ങനെ ചൂട് കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ നെയ്പ്പത്തൽ. പിന്നെന്താ ഫുഡെല്ലാം കഴിച്ചിട്ട് പിന്നെ രാത്രിയായല്ലേ, പിന്നെ വീട്ടിലേക്ക് വന്ന് പിന്നെ ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഇത് നമ്മൾ ഫാദറിൻ്റെ ഒരു റഫി എന്നറിയില്ല പമ്മി എന്നെല്ലാം ഞാൻ മോം ടുബി എല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു. അവൾക്ക് സർപ്രൈസ് ആക്കിന് ഓള് പ്രസവിച്ചിട്ടാവുക. കുറേ ആൾക്കാർ കമൻറ്റിലൂടെ ചോദിച്ചിനി എന്താ കുഞ്ഞിന്നല്ല, അവൾക്ക് ഇപ്പം കുഞ്ഞാന്ന് കേട്ടോ. അപ്പം കുഞ്ഞതാ അവിടേക്ക് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഓരോരു കസിനുണ്ട്, അപ്പം അവരെ വീട്ടിലേക്ക് വന്നതാണ്. അപ്പോൾ എൻ്റെ ഒരു സബ്സ്ക്രൈബറാണ് കേട്ടോ ഒരമ്മായി, അതായത് റഫീൻ്റെ പമ്മിൻ്റെ ഹസ്ബൻഡില്ലേ റഫീൻ്റെ അമ്മായി എൻ്റെ സബ്സ്ക്രൈബറാണ്. എൻ്റെ വീഡിയോസ് എല്ലാം സ്ഥിരം കാണുന്നതാണ്. അപ്പം റഫീൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നീ വരുമ്പോൾ സൽമാനെ കൂട്ടിയിട്ട് വരണമെന്ന്. അപ്പം നമ്മളെ കൂട്ടിയിട്ട് പോയതാണ്. ഇവരിപ്പം മകളടുത്തേക്ക് അങ്ങനെ വിസിറ്റിങ് വന്നതാണ്. മകളിവിടെ ജോബിലുണ്ട്. അപ്പോൾ ഉമ്മയും ബാപ്പയും കൂടെ അങ്ങനെ വന്നതാണ് കേട്ടോ. അപ്പോൾ അവർ പോകാനായിട്ടുണ്ട്. അപ്പോൾ അവർ റൂമിലേക്ക് വന്നതാണ്. നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വീഡിയോസ് എടുത്തതാണ്. സ്വിമ്മിങ് പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ജിമ്മ് എല്ലാം ഉണ്ട് കേട്ടോ ഈ ഒരു ഫ്ലാറ്റിൽ. പിന്നെ ഒരു സൗണ്ടും കാര്യങ്ങളൊന്നുമില്ല, നല്ല പ്രൈവസി, നല്ല സൈലൻ്റ് ഏരിയ എന്നിട്ട് എനിക്ക് നല്ലോണം ഇഷ്ടമായി.
പിന്നെ ഈ പബ്ലിക്കിലൊക്കെ ആകുമ്പോൾ നമ്മളവിടെയൊക്കെ നമ്മളെ ഫ്ലാറ്റിലെ ഭയങ്കര സൗണ്ടാണ് കേട്ടോ, അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട്. പക്ഷെ ഇവിടെ തീരെ ഒരു സൗണ്ടില്ല, നല്ല മൈൻഡെല്ലാം നല്ല ഫ്രീ ആണ്, പിന്നെ നല്ല വ്യൂ ആണ് കിട്ടുന്നത്. പുറത്തേക്കെല്ലാം നോക്കിയാൽ രാത്രിയെല്ലാം പറയണ്ട, ഫുള്ള് ബുർജ് ഖലീഫൻ്റെ വ്യൂ, ഫ്രെയിം, മ്യൂസിയം ഇതൊക്കെ ആയിട്ട് നല്ല ഉണ്ട് കേട്ടോ കാണാനായിട്ട്. കുട്ടികളെ പ്ലേ ഏരിയ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ല സ്വിമ്മിങ് പൂളെല്ലാം ഉണ്ടെന്ന്. പക്ഷേ ഇവിടെ ഭയങ്കര തണുപ്പാണ് കേട്ടപ്പോൾ ഇപ്പോഴൊന്നും ഇറങ്ങാൻ പറ്റില്ല. ഇൻഷാല്ലാ ഇനി എപ്പോഴെങ്കിലും വരണമെന്നെല്ലാം നമ്മൾ പ്ലാൻ ആക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ച് വ്യൂ എല്ലാം ഇങ്ങനെ എനിക്ക് ഇഷ്ടമായപ്പം അങ്ങനെ വീഡിയോസ് എല്ലാം എടുത്തതാണ് കേട്ടോ. ഇനിയിപ്പം അവർ പഴംപൊരിയും എന്തെല്ലാം ഉണ്ടാക്കിന് കേട്ടോ, സ്നാക്സ് എല്ലാം ഉണ്ടാക്കിന്. അതൊന്നും ഞാൻ വീഡിയോസ് എടുത്തിട്ടില്ല എന്ന് തോന്നുന്നു. ലാസ്റ്റാണ് വീഡിയോസ് എടുത്തത്, ഇങ്ങനെ ഇറങ്ങാൻ നേരത്ത് വീഡിയോസ് എടുത്തതാണ്. അപ്പോൾ അവർ പറഞ്ഞ് ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ അവർ റൂമിലേക്ക് അങ്ങനെ വിളിപ്പിക്കാമെന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മൾ വേണ്ടാന്ന് പറഞ്ഞപ്പോൾ അവർ നമ്മൾ എല്ലാവരും കൂടെ പുറത്ത് പോയിട്ട് കഴിക്കാമെന്ന് പറഞ്ഞപ്പം അവരും നമ്മളും കൂടെ ഒരുമിച്ചിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. അങ്ങനെ സ്പൈസി കഫേ, ഇത് ദുബായിലുള്ളതാണ് കേട്ടോ. അപ്പം ഇവിടുന്ന് കഴിക്കാമെന്ന് പറഞ്ഞ് അവൾ പറഞ്ഞ് മന്തി നല്ല ഉണ്ടെന്ന്. അപ്പോൾ എല്ലാവർക്കും എന്ത് ഇൻട്രസ്റ്റ് കഴിക്കാനെന്ന് പറഞ്ഞപ്പം എല്ലാവർക്കും മന്തി കുഴപ്പമില്ല എന്ന് പറഞ്ഞു, മന്തി നല്ല ഉണ്ടായിരുന്നു ഇവിടുത്തെ. അങ്ങനെ ഓൾ ഓർഡർ ആക്കിയിട്ടുണ്ട്. ഓള ഉമ്മ ഉപ്പ എന്നിട്ടാ ഇത് ദീദിക്കാന്ന് ഞാൻ പറഞ്ഞില്ല, എന്നെ കാണാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ മീറ്റ് ആവാൻ നമുക്ക് ഓരോരോ ആഗ്രഹമാണ്. എനിക്കും കണ്ടതിൽ ഭയങ്കര സന്തോഷം കേട്ടോ, നല്ലോണം സംസാരിക്കുന്നു, എനിക്ക് സംസാരിക്കുന്നവരെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കുറേ നേരം റൂമിലിരുന്ന് സംസാരിച്ച് ചായയെല്ലാം കുടിച്ചിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലേ ഇങ്ങോട്ട് പോകുന്നത്. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കലാന്ന്. ദീദിൻ്റെ മകളതിൽ വല്ലാതെ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ, ആ കാര്യം അവൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല അങ്ങനെ വീഡിയോസിൽ നിൽക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് എന്തോ എടുത്തിട്ടുണ്ട്, ഫുള്ളായിട്ടൊന്നും അങ്ങനെ കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ആരോ മകൾ നടുവിലിരിക്കുന്നില്ലേ, മറ്റേത് പമ്മി, പിന്നെ പമ്മീൻ്റെ മോളാണ് കേട്ടോ എൻ്റെ അടുത്തിരിക്കുന്നത്. അങ്ങനെ ആദ്യം സൂപ്പ് കൊടുന്ന്, പിന്നെ മന്തി, ചിക്കൻ മന്തി മട്ടൻ്റെ മന്തിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് മട്ടനാണ് ഇഷ്ടം, ചിക്കന് വലിയ ഇഷ്ടമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിക്കൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, മാത്രം എനിക്ക് മട്ടനാണ് പൊതുവേ ഇഷ്ടം. പിന്നെ കിടാക്കളുണ്ടായതുകൊണ്ട് അവർക്ക് നൂഡിൽസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നൂഡിൽസും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കലാന്ന്. ഓള് പറഞ്ഞ പോലെ തന്നെ മന്തി നല്ല അടിപൊളിയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല എനിക്ക് മട്ടനാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ നല്ല ജ്യൂസി ആയിട്ടുള്ളതാണ്. ചിക്കൻ ആയാലും ഒരു സ്പെഷ്യൽ മസാലയൊക്കെ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു, ടേസ്റ്റ് നല്ല ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടുന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മൾ അവിടുന്ന് അവരുടെ റൂമിലേക്കും പോയി, നമ്മളെ റൂമിലേക്കും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു വീഡിയോസ് എഡിറ്റ് ആക്കുന്ന ടൈമിലില്ലേ നമ്മൾ എൻ്റെ ഉമ്മാക്കെല്ലാം കുറച്ച് മാറിയതിന് ശേഷം നമ്മൾ ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ ഇതിൽ ഷെയർ ആക്കുന്നുണ്ട്. ഉമ്മ ഉപ്പ നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ, ബ്രദർ, വൈഫ്, പിന്നെ സിസ്റ്റർ, ഒരു ഹസ്ബൻഡ്, ഫാദർ വരുന്നതിൻ്റെ ഒരു ദിവസം 2 ദിവസം മുന്നേറ്റ് അങ്ങനെ നമ്മൾ പോയതായിരുന്നു. അപ്പോൾ ഒന്ന് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു, ഷോർട്ട് വീഡിയോ എടുത്തതാണ്. അപ്പോൾ അതൊന്ന് ഞാനിതിലിങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മ ഇപ്പോൾ കുഴപ്പമില്ല, അൽഹംദുലില്ലാ. നിങ്ങൾ ദുആയിൽ നമ്മളെ ഉൾപ്പെടുത്തുക, നമ്മളെ ദുആയിൽ എന്തായാലും നിങ്ങളൊക്കെ ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. അടിപൊളി വീഡിയോസും വ്ളോഗൊക്കെ ആയിട്ട് വരട്ടെ. അതുവരേക്കും ഓക്കെ, ബൈ, താങ്ക് യു.